ഗ്രീറ്റ് അക്കാദമിയിലെ നെറ്റിന്റെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷ അടുത്തെത്തിയ വേളയിൽ നമ്മൾ ഓരോ യൂണിറ്റിലെയും കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്ന ഒരു വേളയിലാണുള്ളത്. യൂണിറ്റ് 1 മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അതിന്റെ രണ്ടാമത്തെ ഒരു ക്ലാസ്സിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടു കൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമ്മൾ അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കാത്ത തൗഫീഖ്. അപ്പോ ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരു റിവിഷൻ ഒരു വട്ടം റിവിഷനുകൾ ഒരു വട്ടം ഒന്ന് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് റിവിഷൻ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പിൽ രാവിലെ മുതൽ രാത്രി വരെ നല്ലോണം ഡിസ്കഷൻ നടക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ എന്തായിരുന്നാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോ 2019 മുതൽ 2023 വരെയുള്ള ചോദ്യപേപ്പർ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് 2024 മുതലുള്ള ചോദ്യപേപ്പറുകളുടെ ഒരു ഡിസ്കഷനാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024 ജൂണിൽ 2 എക്സാം നടന്നിരുന്നു. അതൊരു OMR ലെവൽ എക്സാം നടന്നിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് പോവുകയും പിന്നീട് നമ്മുടെ NTA ലെവൽ തന്നെ നമ്മുടെ CBT മോഡലില് പിന്നീട് വീണ്ടും റീ എക്സാം നടത്തുകയാണ് ചെയ്തത്. ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള OMR ലെവൽ എക്സാമിന്റെ മോഡലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഫലമ്മ ബലഅ الرابع من عمره أصيب بالجدر فذهب بيسير عينيه وبيضة اليمن فنشأ ضريرا لا يعرف إلا الحمر لأنهم ألبسوه ثوبا صفرا وهو مريض وكان هذا اللون أول ما عرف وآخر ما رأى هو എന്നുള്ളതാണ്. അബുൽ അല അൽ മാലി, ഇബ്നു റൂമി, മുത്തനബി, അബു നവാസ്. വേഗം ആൻസർ ചെയ്യണേ. ആൻസർ ചെയ്തോ? ഫലമ്മ ബല, അദ്ദേഹത്തിന് എത്തിച്ചേർന്ന സമയം. 2 പേരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ആൻസർ ചെയ്യണേ. ഫലമ്മ ബല റാബിഅ മിൻ ഉംരിഹി, അദ്ദേഹത്തിന് 4 വയസ്സായ സമയത്ത് ഉസീബ ബിൽ ജുദ്രി, അദ്ദേഹത്തിന് വസൂരി ബാധിച്ചു. ഫദഹബ ബി യസ്രി ഐനിഹി വബിയല്ലത്തുൽ യമനി, അദ്ദേഹത്തിന് ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടമാവുകയും വബിയല്ലത്തുൽ യമനി, അദ്ദേഹത്തിന്റെ വലതു കണ്ണ് വെളുത്തു പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അന്ധനായി വളർന്നു. ലാ യഅരിഫു ഇല്ല ഹുമറ, അദ്ദേഹത്തിന് ചുവപ്പ് നിറമല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു. കാരണം ലിഅന്നഹു അൽബസുഹു സൗബൻ മുഅസ്സഫറൻ വഹുവ മരീദുൻ, അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് അദ്ദേഹം ചുവപ്പ് നിറമുള്ള ഒരു കുങ്കുമ നിറമൊക്കെ ഉള്ള ഒരു കുപ്പായമായിരുന്നു ധരിച്ചിരുന്നത്. വകാന ഹാദൽ ലൗനി അവ്വലു മാ അറഫ വആഖിറു മാ റഅ, അദ്ദേഹത്തിന് ആദ്യമായി അറിയുന്നതും അദ്ദേഹം അവസാനമായി കണ്ടത് എന്ന് പറയുന്നത് ഈ പറയുന്ന ചുവന്ന നിറമായിരുന്നു എന്നുള്ളതാണ്. ഇത് ആരെപ്പറ്റി പറയുന്നത്? ഖന്നാഫാഹുരിയില് അബുൽ അല അൽ മഅരിയെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കോട്ടാണിത്. അൽ ഫന്നുൽ അദബി അല്ലദി വസ്സഫഹു അഹമ്മദ് ഹസൻ സയ്യാദ്. അപ്പൊ ഞാനിത് കൂടുതലായിട്ട് പറയാത്ത, നമുക്കറിയാം അബുൽ അല അൽ മഅരി എന്നുള്ളത് അബ്ബാസിയ കാലഘട്ടത്തിലെ അവസാനപ്പെട്ട, നമുക്ക് പഠിക്കാനുള്ള സിലബസിലെ അവസാനപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ് അബുൽ അല അൽ മഅരി. റഹീൻ അൽ മഹ്ബസൈൻ, അൽ അമാബ് അൽ മൻസിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന അബുൽ അല അൽ മഅരി എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനൊക്കെ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അൽ ഫന്നുൽ അദബി അല്ലദി വസ്സഫഹു അഹമ്മദ് ഹസൻ സയ്യാദ് ഖാൽ, അതായത് അഹമ്മദ് ഹസൻ സയ്യാദിന്റെ ഗ്രന്ഥമാണ് താരിഖുൽ അദബുൽ അറബ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു കലയെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അഹമ്മദ് ഹസൻ സയ്യാദ് ഇപ്രകാരം വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ആ സാഹിത്യത്തിന് മരുഭൂമിയുടെ കാഠിന്യതയുണ്ട്. ഐഷ്, അതേപോലെ എന്താണ് ജീവിതത്തിന്റെ പരുഷതയുണ്ട്, അതായത് ജീവിതത്തിന്റെയും കാഠിന്യതയുണ്ട്. ലളിതം എന്നൊക്കെ പറയാം. അതായത് പരിശുദ്ധ എന്ന് പറയുന്നത് ലളിതവും കാഠിന്യവുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു മധ്യ അവസ്ഥ എന്ന് പറയാം.
അതേപോലെ തന്നെ ഹുർരിയത്തുൽ ഫിക്ർ, എന്താണ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ തൊബിഅത്തുൽ ജൗവ്, അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ എന്തുണ്ട്, പ്രകൃതിത്വം അവരുടെ കവിതകളിൽ കാണാൻ പറ്റും. അപ്പൊ സദാദത്തുൽ ബദവി, അതേപോലെ എന്താണ്, മരുഭൂമി നിവാസികൾ അഥവാ ബദവികളായിട്ടുള്ള ആൾക്കാരുടെ എന്താണ് നിഷ്കളങ്കത ഉണ്ട്. സദാജ എന്ന് വെച്ചാൽ നിഷ്കളങ്കത എന്ന് പറയാം. കുല്ലു ഉലൈക തബഅഹു ബിതാബിഇൻ ഖാസിൻ വമാസിഹി ബിസമ്മത്തിൻ ലാഹിറ. അപ്പൊ കുല്ലു ഉലൈക, ഇതെല്ലാം എന്താണ്, തബഅഹു ബിതാബിഇൻ ഖാസിൻ, അങ്ങനെ ഈ ഒരു സാഹിത്യത്തിന് ഒരു പ്രത്യേക മുദ്ര തന്നെ നൽകുകയും വമാസഹു ബിസിമ്മത്തിൻ ലാഹിറ, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് സവിശേഷതകൾ നിർത്തി അതിനെ വേറിട്ട് നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തിനെ പറ്റിയിട്ടാണ് അഹമ്മദ് ഹസൻ സയ്യാത്ത് വർണ്ണിച്ചത്? അത് ഖിതാബത്തുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളെ പറ്റിയിട്ടാണോ? അൽ ഹുക്മു വൽ അംസാലുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ തത്വങ്ങളെയും അതേപോലെ തന്നെ ഉദാഹരണങ്ങളെ പറ്റിയിട്ടാണോ? ഷിഅറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളെ പറ്റിയിട്ടാണോ? അതല്ല ഷിഅറുൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിലെ കവിതകളെ പറ്റിയിട്ടാണോ? നമ്മളിവിടെ പറഞ്ഞു വെച്ചത് എന്താണ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾ എന്നുള്ളത്. അതെ, നമ്മുടെ ഇവിടത്തെ വിഷയം എന്താണ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾ എന്ന് പറയുന്നത് എന്താണ്, അശ്അറു ദീവാനുൽ അറബ് എന്നുള്ളതാണ്. അതായത് ഹയാത്തുൽ അറബി ഷഅരിഹിം, അതെ, ജാഹിലിയ കാലഘട്ടത്തുള്ള അറബികളുടെ ജീവിതം എന്ത് ചെയ്തിരുന്നു, അവരുടെ കവിതകളിൽ പ്രതിഫലിച്ചിരുന്നു, മിററബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവികളൊക്കെയും തന്നെ ജീവിച്ചിരുന്നത് എവിടെയാണ്, അവരധികം പദവികളായിരുന്നു. അതുകൊണ്ട് തന്നെ മരുഭൂമി ജീവിതം എന്തായിരുന്നു, അവരുടെ കവിതകളിൽ പ്രതിഫലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനാകുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി എന്നാണ് റൈറ്റ് ആൻസർ ആയി വരുന്നത്. ഇനി മറ്റേ ഒരു കവിത നോക്കിക്കോളി. ലാ തശ്തരിൽ അബ്ദു ഇല്ലാ വൽ അസാ മഅഹു ഇന്നൽ ഉബൈദുൽ അൻജാസി മനാകീദ്. ഇതാരുടെ കവിതയാണ്? ഞാൻ അർത്ഥം പറയാം, നിങ്ങൾ ആദ്യം ആൻസർ കണ്ടെത്തണേ. വേഗം ആൻസർ ചെയ്യണേ. ലാ തശ്തരി അൽ അബ്ദു, നീ എന്ത് ചെയ്യരുത്, ഒരടിമയെയും വാങ്ങരുത്. ഇല്ലാ വൽ അസാ മഅഹു, നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു വടി കൂടി വാങ്ങണം. അതായത് നിങ്ങൾ വെറുതെ ഒരു അടിമയെ വാങ്ങരുത്, അടിമയെ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, വൽ അസാ മഅഹു, അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഒരു വടി കൂടി വാങ്ങണം. ഇന്നൽ ഉബൈദൽ അൻജാസി മനാകീദി, കാരണം എന്താണ്, ഇന്നൽ ഉബൈദുൽ അൻജാസ്, നജിസുള്ള അശുദ്ധരായിട്ടുള്ള അടിമകൾ എന്ന് പറയുന്നത് എന്താണ്, അൽ മനാക്കീദ്, അവരെന്താണ്, നിന്ദ്യരാണ്, അല്ലെങ്കിൽ എന്താണ്, കഠിനമായി പെരുമാറിയാൽ മാത്രം അനുസരിക്കുന്നവരാണ് എന്ന് പാടിയത് ആരാണ് എന്നുള്ളതാണ്. ഇത് മുത്തനബിയുടെ വരികളാണ്. ഓക്കെ, മുത്തനബി പാടിയ വരികളാണെന്നല്ല. തശ്തരി അൽ അബ്ദു ഇല്ലാ വൽ അസാ മഅഹു ഇന്നൽ ഉബൈദൽ അൻജാസി മനാകീദി എന്നുള്ളത്. യെസ്, ഇസ്തഹറ ബിഹി ഷാഇറു റൂമിയാത്ത്, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് റൂമിയാത്തിന്റെ കവി എന്നുള്ള അർത്ഥത്തിലാണ്. അത് ആരാണ് ഈ റൂമിയാത്തിന്റെ കവി എന്നറിയപ്പെട്ടത്? യെസ്, നമ്മൾ പറഞ്ഞ വഹു അസീറു ഫിൽ റൂം, റോമയിൽ എന്തായിരുന്നു അദ്ദേഹം, സൈഫുദ്ദൗലയുടെ എന്താണ്, അദ്ദേഹത്തെ ജയിലടക്കുന്ന സമയത്ത് എന്താണ്, സൈഫുദ്ദൗലയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകളാണ് റൂമിയാത്തിന്റെ കവിതകൾ എന്ന് പറയാം കേട്ടോ. അബൂ ഫിറാസ് അൽ ഹമദാനി. സിൽ മാ ഫിൽ അമൂദി അലിഫ് മഅ മുനാസിബിഹി ഫിൽ അമൂദി ബ, അൽ മുത്തനബി ഇബ്നു റൂമി അബൂ നവാസ് അൽ മുഹത്തരി, ബഗ്ദാദ്, അസ്ഹർ, മംബജ്, സൂരിയ, കൂഫ. ഇതെന്തായിരിക്കും? എന്തായിരിക്കും? ഇവിടെ അസ്ഹർ അല്ല കേട്ടോ, അഹ്ബാസ് എന്നാണ്. അത് തെറ്റി വന്നതാണ്.
അഹ്വാസ് എന്നാണ് കേട്ടോ, ജനന അസ്ഹറല്ല, സ്ഥലങ്ങളായിരിക്കും. അഹ്വാസ് ആണ്. യെസ്, ജനന സ്ഥലങ്ങളായിരിക്കും. മുത്തനബി എവിടെ ജനിച്ചത്? മുത്തനബി എവിടെ ജനിച്ചത്? കൂഫ. കൂഫയിലാണ്. 1, 4 ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ബഹുത്തരി മമ്പജല്ലേ? ആ ഒറ്റ ഓപ്ഷനും ഇല്ലല്ലോ. ദാല് ഒന്നും രണ്ടേ ഉള്ളൂ. അതായത് ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് മുത്തനബി വരുന്നത് എവിടെയാണ്? മുത്തനബി വരുന്നത് നമുക്കറിയാം കൂഫയിലാണ്. ഇനി ഇബ്നു റൂമി എവിടെയാണ്? ബാഗ്ദാദിലാണ്. ഓക്കെ, അബൂ നവാസ് അഹ്വാസിലാണ്. അഹ്വാസ്. പിന്നെ ബുഹുത്തിരി എവിടെയാണ്? മമ്പജിലാണ്. അപ്പം ദാല് വരേണ്ടത് 3 ആണ്. ദാല് വരേണ്ടത് 3 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്നത്. ഓക്കെ അല്ലേ? അത് ടൈപ്പിംഗ് എററാണ്. ഇനി അടുത്തൊരു നോക്കിക്കോളെ. അശ്ശാഇറുല്ലദീ ആത്തിബ സൈഫുദ്ദൗല ഫിൽ അബിയാത്ത് താലിയ. താഴെ തന്നിരിക്കുന്ന വരികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സൈഫുദ്ദൗലയെ ആരെയാണ്? ആത്തബ് എന്ന് വെച്ചാൽ എന്താണ്? ആത്തിബ്, ആക്ഷേപിച്ച് പാടുകയാണ്. അനല്ലദീ നളറൽ ഉമ ഇലാ അദബിയുൻ വസ്മഅത് കലിമാതി മിൻ ബിഹി സിമമുൻ കം തത്ലിബൂന ലനാ ഐബൻ ഫയുഅജ്ജിസുകും വയക്രിഹുൽ മജ്ദ് മാ തഅതൂനൽ കറമി. ഈ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ സൈഫുദ്ദൗല എന്ന് കയറുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആരാണ്? യെസ്, മുത്തനബിയാണ്. മുത്തനബിയുടെ കവിതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കവിത എന്ന് പറയുന്നത് കൂടുതൽ ഫഖറിലുള്ള കവിതകളാണ്. മുത്തനബിന്റെ കവിത ഇവിടെ എന്താ പറഞ്ഞത്? അനല്ലദീ നളറൽ ഉമ ഇലാ അദബിയുൻ. എന്താണ്? അനല്ലദീ, ഞാനാണ്. അല്ലെങ്കിൽ ഞാനാണ്. എങ്ങനെ? അല്ലദീ നളറൽ ഉമ ഇലാ അദബിയുൻ. അന്ധനായ ഒരുവൻ എന്റെ സാഹിത്യം കേട്ടാൽ പോലും എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്റെ കവിത കേട്ടാലും എന്ത് ചെയ്യും? അവന് മനസ്സിലാകും. ഇനി അന്ധന പോട്ടെ, ഇനി ബധിരനായ ചെവി കേൾക്കാത്ത ഒരുവൻ എന്റെ വരികൾ എന്താണ് ചെവി കേൾക്കാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാം? എന്റെ വരികളെ കേട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കതിനെ കേൾപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ കം തത്ലിബൂന ലനാ ഐബൻ, ഇനി എന്നിലേക്ക് എന്താണ്? ഐബിനെ, ഒരു കുറ്റത്തെ എന്ത് ചെയ്യാണ്? അടിച്ചേൽപ്പിക്കാൻ എത്രമാത്രം നിങ്ങൾ ശ്രമിക്കുന്നുവോ ഫയുഅജ്ജിസുകും, നിങ്ങൾ അതിൽ പരാജയനാണ്. വയക്രിഹുൽ മജ്ദ മാ തഅതൂന വൽ കറമു. എന്താണ്? വയക്രിഹു അൽ മജ്ദ, നിങ്ങൾക്ക് എന്താണ്? മജ്ദ മാ തഅതൂന വൽ കറം, യക്രിഹുൽ മജ്ദ്, നിങ്ങൾ ഔദാര്യം ഇഷ്ടപ്പെടുന്നില്ല. മാ തഅതൂന വൽ കറം, മഹത്വവും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ അങ്ങനെയുള്ള നിന്ദ്യമായ കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ആരെ? സൈഫുദ്ദൗല എന്ത് ചെയ്യണം? ആക്ഷേപിക്കുകയാണ്. ഇത് ആരാക്ഷേപിച്ചതാണ്? മുത്തനബിയാണ് എന്നുള്ളതാണ്. അതായത് ഈ മുത്തനബിയും സൈഫുദ്ദൗലയും തമ്മിൽ വലിയ എന്തുണ്ടായിരുന്നു? കണക്ഷൻ ആയിരുന്നു. പക്ഷേ മുത്തനബി എന്ത് ചെയ്തു? നബിയാണ് എന്ന് വാദിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ മുത്തനബി എന്താണ്? സൈഫുദ്ദൗല പിന്നീട് എന്താണ്? ആക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആക്ഷേപിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് നിന്യത, അദ്ദേഹത്തേക്ക് എന്താണ് പിന്നീട് സഹായങ്ങളൊന്നും നൽകാതെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് എന്ത് ചെയ്യാണ്? അതേ സൈഫുദ്ദൗലയെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മുത്തനബി കവിത പാടിയ വരികളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. فكل من يدعى في العلم فلسفة عرفت شيئا وغابت عنك أشياء. ഇത് മറ്റൊരു വരിയാണ്. فكل من يدعى في العلم فلسفة عرفت شيئا وغابت عنك أشياء. ഇത് ആരുടെ വരികളാണ്? നമ്മളോട് തന്നെ ഇടക്കിടക്ക് പറയേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ. ഞാൻ എന്നോട് ഇടക്കിടക്ക് പറയാറുണ്ട് ഈ വരികൾ. എന്തറിയോ? ഫകുൽ ലിമൻ യദ്ഉ ഫിൽ ഇൽമി ഫൽസഫതൻ, അതായത്
ഫഖുൽ നീ പറയണം, ലമയ്യദ് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ഫിൽ ഇൽമി ഫൽസഫത്തൻ, അതായത് അറിവിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ തത്വങ്ങളുടെ കാര്യത്തിലും എനിക്കെല്ലാം അറിയാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ നീ അവനോട് പറഞ്ഞു കൊടുക്കണം, അറഫത്ത് ഷൈഅൻ, നീ അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് വഗാബത്ത് അൻക അഷ്യാഇ, നീ അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ വളരെ തുലോം തുച്ഛം മാത്രമാണ്. അതായത് ഞാൻ വലിയ മഹത്വമുള്ള വ്യക്തിയാണ്, എനിക്ക് ഒരുപാട് അറിവുകൾ ഉണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീ അവനോട് പറഞ്ഞു കൊടുക്കണം, ലോകത്തുള്ള കാര്യങ്ങളിൽ നീ അറിഞ്ഞ കാര്യങ്ങൾ എന്താണ്, വെറും തുലോം തുച്ഛമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എത്ര ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഇമാമാണ്. പക്ഷേ ഇമാം പറഞ്ഞത് എന്താണ്, ഒരു കടൽക്കുമ്പിൽ നിന്നും വാരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വെള്ളമാണോ എന്റെ കയ്യിലുള്ളത് അത്ര അറിവ് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞത് മുപ്പരുടെ എന്താണ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തവാളുആണ്. പക്ഷെ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയേറെ ഇൽമുണ്ടായിട്ട് പോലും, അത്രയേറെ ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ട് പോലും അത്രയേറെ തവാളു കാണിച്ചു എന്നുള്ളതാണ്. മുത്തനബി ഒരു വശത്ത് എന്ത് ചെയ്യാണ്, ഫഖ്റ് പറയാണ്, മറ്റൊരു വശത്ത് മറ്റൊരാൾ പറയാണ് ആരെങ്കിലും ഒരുപാട് അറിവുണ്ട് എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയപ്പെട്ട അറിവുകൾ എന്താണ്, അവൻ അറിയപ്പെടാത്ത അറിവുകളെക്കാൾ വളരെ തുലോം തുച്ഛമാണ് എന്ന് പാടാണ്. ഇത് ആരുടെ വരികളാണെന്ന് നോക്കിക്കേ, അബുൽ അത്താഹിയുടെയാണോ, മുത്തനബിയുടെയാണോ, അബൂ നവാസിന്റെയാണോ, ബഷാർ ബിൻ ബുർദിന്റെയാണോ? പെട്ടെന്ന് ആൻസർ ചെയ്യണേ. യെസ്, ഇത് അബൂ നവാസ് പാടിയിട്ടുള്ള കരുകളാണ്. അതായത് മുഅ്തസിലയിലെ ഒരു പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇബ്രാഹിം നിലാം എന്ന വ്യക്തി. അദ്ദേഹം അദ്ദേഹം വലിയ പണ്ഡിതനൊക്കെയാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹം മുഅ്തസിലയിലെ വളരെ വലിയൊരു പണ്ഡിതനാണ്. ഈ പറയുന്ന ഇബ്രാഹിം നിലാം എന്നാണ് വ്യക്തി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യണം, അനാവശ്യമായിട്ട് അബൂ നവാസിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ആ സമയത്ത് അബൂ നവാസിന് ഇഷ്ടപ്പെടാത്ത എന്താണ്, അബൂ നവാസ് പറയണത് നിനക്കറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയൊക്കെ തന്നെയാണ്, നിനക്കറിയാത്ത കാര്യങ്ങളെക്കാൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിനക്കറിയാവുള്ളൂ എന്ന് എന്ത് ചെയ്യാണ്, ആളോട് തിരിച്ചു പാടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നൂറുൽ ഹുദ അൻ നൂരി ഉർറതിഹി കശംസു യൻജാബു അൻ ഇശ്റാഖിഹ അൽ ഖതമു. നൂറുൽ ഹുദ എന്താണ്, നൂറുൽ ഹുദ, നൂറുൽ ഹുദ എന്താണ്, സന്മാർഗത്തിന്റെ വെളിച്ചം വിടർന്നു വന്നു, അന്നൂരി ഖുർറത്തിഹി അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന നെറ്റിത്തടത്തിൽ നിന്നും, കശംസു എങ്ങനെ സൂര്യനെ പോലെ, യൻജാബു അൻ ഇശ്റാഖിഹ അൽ ഖതമു എങ്ങനെയാണ്, യെസ്, അകശംസ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത്, എൻജാബു അൻ ഇശ്റാഖിഹൽ ഖതമു അതിന്റെ തിളക്കത്താൽ കറുത്ത ഇരുട്ട് നീങ്ങിപ്പോകുന്ന പോലെയാണ് എന്നുള്ളതാണ്. അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മേഘത്തിലെ കറുത്ത ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ നെറ്റിത്തളങ്ങൾ എന്തെയാണ്, പ്രകാശത്തിന്റെ സന്മാർഗത്തിനാൽ പ്രകാശിക്കുകയാണ് എന്ന് പറയാണ്. ഇത് ആരെ മദ്ഹ് ചെയ്ത് പാടുന്നതാണ് എന്നുള്ളതാണ്. യെസ്, ഇത് ആരുടെ വരികളാണെന്നറിയോ? യെസ്, ഫറസ്തക കാലഫി മദ്ഹി അലി ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മള് അതല്ലദീ തഅരിഫുൽ ബത്ഹാഇ ബത്അതുഹു നമ്മൾ അതിന്റെ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിന്റെ തന്നെ ബാക്കി പത്രമാണ് ഈ വരികളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് ആരെ ഹിജാബ് ചെയ്ത് പാടുന്നതാണെന്നുള്ളതാണ്.
നീ നിന്റെ കണ്ണുകളെ താഴ്ത്തിക്കെട്ടണം. കാരണം നീ എന്താണ്? നീ നുമേർ ഗോത്രക്കാരനാണ്. ഫലാ കഅബൻ ബലഅത്ത് വലാ കിലാബൻ. നീ എന്താണ്? നീ ഒരു കഅബ് ഗോത്രക്കാരനല്ല, അതുപോലെ തന്നെ കിലാബ് ഗോത്രക്കാരനോടൊപ്പം നീ എത്തിയിട്ടുമില്ല എന്ന് പറയാണ്. ഇത് ആര് ഹിജാ ചെയ്ത് പാടുകയാണെന്നുള്ളതാണ്. അതായത് ഈ കവിത പാടുന്നത് ജരീറാണ്. സംഭവം ഇങ്ങനെയാണ്. അതായത് ഈ കവിതയുടെ സംഭവം ഇങ്ങനെയായിരുന്നു. അതായത് ബനു നുമേർ ഗോത്രക്കാരനായിരുന്നു ഈ പറയുന്ന റായി നുമേർ. ഈ റായി നുമേർ എന്ത് ചെയ്യാണ്? ജരീറിനെതിരെ ഫലസ്തീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ജരീറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജരീറിന് എന്താണ്, ജരീർ എന്ത് ചെയ്യാണ്? ഈ കവിതയിലൂടെ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ നുമേർ ഗോത്രക്കാരനെ ഇദ്ദേഹത്തെ മാത്രമല്ല അപമാനിതനാക്കിയത്, പകരം എന്ത് ചെയ്യണം? ആ ഗോത്രത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്? ജരീർ എന്ത് ചെയ്യാണ്? അപമാനിക്കുകയാണെന്ന് പറയണം. ഇദ്ദേഹം നുമേർ ഗോത്രത്തെ മാത്രമല്ല പറഞ്ഞത്, ആ നുമേർ ഗോത്രക്കാരെക്കാളേറെ അറബികളിലുള്ള എന്താണ് കഅബ് ഗോത്രക്കാരും കിലാബ് ഗോത്രക്കാരും എന്നിവരുടെ അടുക്കലേക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റൂല? ഈ നുമേർ ഗോത്രക്കാർക്ക് എത്തിച്ചേരാൻ പറ്റൂല എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തത്? റായി നുമേരിയെ ആക്ഷേപിച്ച് പാടിയത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എന്താണ് നമ്മുടെ ആ മുഹാജാത്ത് ശൈലിയൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അശ്ശാഇറുല്ലദീ ബലഅ മൻ കബ്ബറ നഫ്സിഹി അൻ അദ്ദഅ ഇലാ ബൈഅത്തിഹി ബിൽ ഖിലാഫ. അതായത് അദ്ദേഹത്തിന് വലിയ വയസ്സ് എത്തിയ സമയത്ത് എന്ത് ചെയ്തു? അൻദഅ ഇലാ ബൈഅത്തിഹി ബിൽ ഖിലാഫ, അദ്ദേഹം ഖലീഫയാണ് എന്ന് വാദിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. യെസ്, അതാരാണ്? മുത്തനബിയാണ്. അദ്ദേഹമാണ് നബിയാണ് എന്ന് വാദിച്ചിട്ടുള്ള വ്യക്തിയും അതേപോലെ തന്നെ എന്താണ് ഖലീഫയാണ് എന്ന് വാദിച്ച വ്യക്തി ആരാണ്? യെസ്, മുത്തനബിയാണ് എന്നുള്ളതാണ്. അശ്ശാഇറുല്ലദീ ഔസാ യക്തബ അലാ ഖബരിഹി ഹാദാ ജന്നാഹു അബി അലി വമാ ജനീതു അലാ അഹദ് ഹുവ ഇബ്നു റുമി മുത്തനബി അബു തമ്മാം അബ്ദുൽ അൽ മഅദി. യെസ്, ആരാണ്? അബുൽ അല അൽ മാരിയാണ്. നമ്മൾ ഒരുപാട് വട്ടം ഇതിനകം ചർച്ച ചെയ്തു പോയ ഒരു വരികളാണ് ഇത് എന്നുള്ളതാണ്. അശ്ശാഇറുല്ലദീ ലഹു ശിഅറുൻ അശ്ആറുൻ കസീറത്തുൻ ഫിൽ തുആമി വശറാബ് വകാന ശദീദു തയ്യറ യഗ്ലു ഫിഹാ വയഹ്തജ് ലഹാ വയഖൂൽ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഹിബ്ബുൽ ഫഅല വയക്രിഹു തീറ. ഇതാരെ പറ്റി പറയാണ്? കാന അശ്ശാഇർ അല്ലദീ, അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ കവിത്വത്തിന്റെ പ്രത്യേകത എന്താണ്? ലഹു അഷ്ആറുൻ കസീറ, അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. അദ്ദേഹത്തിന് എന്തിനാ കവിതയുള്ളത്? ഫി തുആമി വശറാബി, എന്താണ് ഭക്ഷണത്തെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് ഷറാബ് അഥവാ എന്താണ് ഭക്ഷണ പാനീയങ്ങളെ പറ്റിയിട്ട്. വകാന ശദീദു തയ്യറ, അദ്ദേഹത്തിന് അന്ധവിശ്വാസം വളരെ ശക്തമാണ്.
അതിൽ അദ്ദേഹം വളരെ വലിയ രൂപത്തിലാണ് പറഞ്ഞത്. അതിനു വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹിബ്ബുൽ ഫഅൽ, അതെ നല്ല ശകുനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. വയക്രിഹു തീറ, അതെ മോശമായിട്ടുള്ള ഭക്ഷണങ്ങളെ എന്താണ് ശകുനങ്ങളെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയക്രിഹു വെറുത്തിരുന്നു എന്നുള്ളതാണ്. ഇത് ആരെപ്പറ്റി പറയുന്നതാണ്? നമ്മൾ പറഞ്ഞതാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കഥയൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇബ്നു റുമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇബ്നു റുമി പറഞ്ഞ കാര്യമാണ്. ഖബല ളുഹൂരിൽ ഇസ്ലാം കാന ലുഗത്തുൽ യമനുൽ ഖദീമ, അതായത് ഇസ്ലാമിന് ആവിർഭാവത്തിന് മുമ്പും യമനിലെ എന്താണ് ഭാഷ എന്തായിരുന്നു? അബരിയ ഭാഷയായിരുന്നോ? നെബത്തിയ ഭാഷയാണോ? മുഗരിയ ഭാഷയായിരുന്നു? കഹ്താനിയ ഭാഷയായിരുന്നു? കഹ്താനിയ ഭാഷയായിരുന്നു എന്നുള്ളതാണ്. കഹ്താനികളുടെ ഭാഷയാണ് എന്നുള്ളതാണ്. യമനില് കഹ്താനികളാണ്. അങ്ങനെ മജ്മുഅത്തിൻ സ്വഹീഹത്തിൻ ലിതവാരീഹി വഫാത്തി ശുഅറാഇ ഹസ്ബി തർതീബ് തനാസുലി. ആൻസർ ചെയ്യണേ. സുഹൈർ ബിൻ അബി സലമ, അംർ ബിൻ കുലുസും, അൻതറത്ത് ബിൻ ഷദ്ദാദ്. അംർ ബിൻ കുലുസും, അൻതറത്ത് ബിൻ ഷദ്ദാദ്, സുഹൈർ ബിൻ അബി സലമ. അതേപോലെ തന്നെ അംതറത്ത് ബിൻ ഷദ്ദാദ്, സുഹൈർ ബിൻ അബി സലമ, അംർ ബിൻ കുലുസും, സുഹൈർ ബിൻ അബി സലമ, അൻതറത്ത് ബിൻ ഷദ്ദാദ്, അംർ ബിൻ കുലുസും. ഇങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്നുള്ളത്. അംർ ബിൻ കുലുസും, അൻതറത്ത് ബിൻ ഷദ്ദാദ്, സുഹൈർ ബിൻ അബി സലമ. അതായത് അംർ ബിൻ കുലുസും വഫാത്താകുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് 600 മീലാദിയിലാണ്. 600 മീലാദിയിലാണ് എന്ത് ചെയ്യുന്നത്? അംർ ബിൻ കുലുസും മരണപ്പെടുന്നത്. അതിനുശേഷം മരണപ്പെടുന്നത് ആരാണ്? അൻതറത്ത് ബിൻ ഷദ്ദാദാണ്. അതിനുശേഷം മരണപ്പെടുന്നത് ആരാണ്? സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമ എപ്പോഴാണ് മരിക്കുന്നത്? 627-ലാണ്. അൻതറ 615-ലാണ് എന്നുള്ളതാണ്. ഓക്കെ. തസാഉദി എന്ന് പറയുമ്പോഴാണ്, തനാസുലി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓർഡറാണ്. കറക്റ്റ് ഓർഡറാണ് ഇങ്ങനെ വരുന്നത്, ഇറക്കത്തിലേക്ക് വരാണ്. ഇനി കയറ്റം എന്ന് പറയുമ്പോ എങ്ങനെയാണ്? ഇനി തസാഉദി എന്ന് പറയുമ്പോ എങ്ങനെ വരും? തസാഉദി എങ്ങനെ വരും? ഫസ്റ്റ് സുഹൈർ ബിൻ അബി സലമ വരും, രണ്ടാമത് അൻതറ വരും, പിന്നെ അംർ ബിൻ കുലുസും വരും. തനാസുലിയും തസാഉദി മാറിപ്പോകരുത്. തനാസുലി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ആരാണോ മരണപ്പെട്ടത്, രണ്ടാമത് മരണപ്പെട്ടത്, മൂന്നാമത് മരണപ്പെട്ടത്, അത് കറക്റ്റ് ഓർഡറാണ് തനാസുൽ എന്ന് പറയാം. അതായത് ഇറങ്ങി വരിക. സ്വാദ എന്ന് വെച്ചാൽ കയറുക എന്നാണ്. ഇപ്പം എന്ത് ചെയ്യണം? താഴെ നിന്ന് മുകളിലോട്ടല്ലേ നമ്മൾ കയറുന്നത്? ഒരു പടി എങ്ങനെ കയറുന്നത്? താഴെ നിന്ന് മുകളിലോട്ടല്ലേ കയറുന്നത് നമ്മള്? അങ്ങനെയല്ലേ കയറുന്നത്? ഇവിടെ നോക്കുമ്പോ ഫസ്റ്റ് കാണുന്നത് ഏതാ? സുഹൈറല്ലേ കാണുള്ളൂ. അതിനുശേഷം അൻതറ കാണത്തുള്ളൂ, പിന്നെ അംറിനെ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായത്? കൺസെപ്റ്റ് ക്ലിയർ ആണ്? യെസ് ഓർ നോ? അത് പറയാതെ നമ്മളൊരു പടി എടുക്കണം. മനസ്സിലാവാത്തോട് പറയാണ്, ഒരു പടി എടുക്കുക. പടി എടുക്കുമ്പോ നമ്മൾ കയറിപ്പോണത് എന്താണ്? കയറിപ്പോണത് എന്താണ്? ഏറ്റവും താഴെയുള്ള ആളാണ്. ഇവിടെ നമ്മൾ 631 നിൽക്കുമ്പോ നമ്മൾ എവിടെ കയറാം? 630 ആദ്യം കയറത്തുള്ളൂ. അപ്പൊ സുഹൈറാൻ. അതിനുശേഷം നമ്മൾ എവിടെ കയറാൻ പറ്റുള്ളൂ? 615 കയറാൻ പറ്റുള്ളൂ. അതിനുശേഷം 600 കയറാൻ പറ്റുള്ളൂ. അതാണ് സ്വാഇദ എന്ന് പറയും, കയറുക എന്ന് പറയും. ഇറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങാൻ പറ്റും? ആദ്യം 600 ഇറങ്ങാം, പിന്നെ 615 ഇറങ്ങാം,
പിന്നെ 630 ഇറങ്ങാം എന്നുള്ളതാണ്. തസാഉദ്ദീൻ തനാസുലി മാറിപ്പോകരുത്. الشاعر الصعلوك الذي قتل 99 رجلا من بني سليمان قتل 99 رجلا من بني سليمان. ബനു സൽമാൻ ഗോത്രത്തിൽപ്പെട്ട 99 എന്താണ് പുരുഷന്മാരെ കൊന്നുകളഞ്ഞ കവി ആരാണെന്നുള്ളതാണ്. ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് ഉസൈദ് ബിൻ ജാബിർ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു വ്യക്തിയുടെ കരങ്ങളാണ്. അതായത് ഇതിന് ഉത്തരം വരുന്നത് ഷൻഫറയാണ്. ഷൻഫറെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൻഫറ എന്തെയാണ് 100ഓളം എന്തെയാണ് വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, സലാമാൻ ഗോത്രത്തിൽപ്പെട്ട 100ഓളം വ്യക്തികളെ കൊല്ലുമെന്ന് ഇദ്ദേഹം ആദ്യം എന്താണ് ശപഥം ചെയ്യുകയാണ്. അങ്ങനെ 99 പേരെ ഇദ്ദേഹം എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു. പക്ഷേ ഇവര് എന്ത് ചെയ്യാണ്, ഇവരെ കെണിവെച്ച്, അതായത് ഷൻഫറെ കെണിവെച്ച് വീഴ്ത്താൻ ഇവര് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് രഹസ്യമായിട്ട് ഉസൈദ് ബിൻ ജാബിറിനെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ കൊന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. 99 പേരെ ഇദ്ദേഹം കൊന്നോളൂ, ഉസൈദ് ബിൻ ജാബിർ ഇദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. പക്ഷേ ഈ ഷൻഫറ മരിച്ചതിന് ശേഷം ബനു സലാമാൻ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന്റെ അടുത്തൂടെ ഒക്കെ നടന്നു പോവുകയാണ്. ആരുടെ, ഷൻഫറയുടെ അടുത്തൂടെ നടന്നു പോവുകയാണ്. അപ്പൊ ഷൻഫറ ഇങ്ങനെ വാള് കുത്തി പിടിച്ചിട്ടാ മരിക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, കാല് തട്ടി വാളിന്റെ പുറത്തൂടെ അങ്ങ് വീണ് 100 പേരെയും എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന്റെ എല്ലിലേക്ക് എന്ത് ചെയ്യാണ് ഈ വാള് കുത്തി കയറുകയും അങ്ങനെ ഇദ്ദേഹം എന്താണ് കുടൽ പുറത്തെടുത്തുകൊണ്ട് 100ാമത് ഒരാളെയും കൂടി എന്ത് ചെയ്യാണ് അദ്ദേഹം കൊല്ലുകയും അദ്ദേഹത്തിന്റെ എന്താണ് ശപഥം പൂർത്തിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കഥ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 2024 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങള്. ഇനി അതിനെ റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള, അതായത് ആ എക്സാം ക്യാൻസൽ ആക്കുകയും പിന്നീട് വീണ്ടും ഒരു എക്സാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് കുറച്ച് ആ ഒരു എക്സാം മുതലാണ് സത്യത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, നെറ്റിന്റെ സ്വഭാവം മാറാൻ തുടങ്ങിയത്. അതായത് അന്ന് വരെ കണ്ടിരുന്ന നെറ്റ് പരീക്ഷ അല്ല എന്താണ് ഇന്ന് മുതൽ കാണാതിരിക്കുന്നത്. ഇതുവരെ കണ്ടത് വെറും എന്തായിരുന്നു, ഒരു ചെറിയ ഇതായിരുന്നുവെങ്കിൽ ഇനി മുതൽ കാണാതിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സാധനമാണെന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ എന്ത് ചെയ്യാണ്, കുറച്ച് വരികളുണ്ട്. അലൗനു ബി അൻമാത്തിൻ ഇതാഖിൻ വകില്ലത്തിൻ വറാദിൻ ഹവാശിഹ മശാഖഹതു അദ്ദമി. അത് സുഹൈർ ബിൻ അബി സലമയുടെ കവിതകളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അംർ ബിൻ കുൽസൂമിന്റെ കവിതയായിട്ട് പറയാണ്, ബദാലി അന്നി അഷ്തു 90 ഹിജ്ജതൻ തിബാൻ വഅശറൻ അഷ്തുഹാ വസമാനിയ. ഇനി അൻതറയുടെ കവിതയായി പറയാണ്, അറഖ്തു ലിബർക ബലീലിൻ അഹ്ലി യളിഉ സിനാഹു ബിഅലൽ ജബലി. ഇനി ഇംറുൽ ഖൈസിന്റെ കവിതയായി പറയാണ്, ബുക്കിർതു തഖൂഫൂനിൽ ഹതൂഫു കഅന്നി അസ്ബഹതു അൻ ഖറദിൽ ഹതൂഫു ബിമഅ്സലി. സുഹൈറിന്റെ വരികളെ എന്താ പറഞ്ഞത്, അലൗനൂബി അൻമാത്തിൻ കിതാകും വകില്ലത്തുൻ വറാദ ഹവാശിഹ മശാഖഹതിദ്ദമി. അലൗനൂബി അൻമാത്തി കിതാകും വകില്ലത്തിൻ എന്താണ്, അവർ ഉത്കൃഷ്ടരായിട്ടുള്ള പരവതാനികളും അതേപോലെ എന്താണ് വിലപിടിപ്പുള്ള കിതാകും വകില്ലത്തിൻ എന്താണ് വിലപിടിപ്പുള്ള മൂടുപടങ്ങളും എന്ത് ചെയ്തു, അവർ വിരിച്ചു, അവർ മറച്ചു. പക്ഷെ എന്താണ്, വറാദ ഹവാശിഹ അതിന്റെ എന്താണ് അരികുകൾ എന്ന് പറയുന്നത് സാദൃശ്യമുള്ളവരായിരുന്നു. മശാഖഹത്തിദ്ദമി എന്താണ് രക്തത്തിന്റെ നിറത്തിനോടൊപ്പം സാദൃശ്യമുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്, അംർ ബിൻ കുൽസൂമിന്റെ വരികളായി പറയാണ്, എന്താണ് ബദാലി അന്നി അഷ്തു 90 ഹിജ്ജതൻ. അതെ എന്താണ്, ബദാലി എനിക്ക് മതിയായി, അന്നി അഷ്തു 90 ഹിജ്ജതൻ വതിബാൻ വഅശറൻ അഷ്തുഹാ വസമാനിയൻ. എന്താണ്, ആദ്യം എന്താണ് ഞാൻ 90, പിന്നെ തിബാൻ വഅശറൻ വഅഷ്തുഹാ വസമാനിയൻ എന്താണ് പിന്നീട് 10, പിന്നെ അതിനെ തുടർന്ന് 8 എന്താണ് ഞാൻ ജീവിച്ച് എനിക്ക് മടുത്തു തീർന്നു എന്നുള്ളതാണ്.
ഇത് അമ്രുബിന് കുലുസുമിന്റെ വരികളാണെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? അമ്രുബിന് കുലുസുമിന്റെ വരികളാണോ? ആണോ? ബദാലി ഹിജ്ജത്തൻ ആരുടെ വരികളാണ്? സുഹേറിന്റെ ആണോ? യെസ്. ബദാലി അന്നീ ഇഷ്തു തിസ്ഈന ഹിജ്ജതൻ തിബാഅൻ വഅശ്റൻ വഇഷ്തുഹാ സമാനിയ. യെസ്, ഓക്കെ. അടുത്ത എന്താണ്? അഞ്ചറയുടെ വരികളായി പറയാണ്. അറക്തൂലി ബറക്കിൽ ബിലൈലിൻ അഹല്ലി യുളിഉ സിനാഹും ബിഅല ജബലി. അറക്കത്തു ഞാൻ ഉറക്കമൊഴിച്ചു, ഈ ബർക്കും ബലീലിൻ അഹ്ലിൻ എന്താണ്? മലമുകളിൽ നിന്നും പ്രകാശിക്കുന്ന മിന്നൽ പിണരുകൾ കണ്ടുകൊണ്ടു. യലിഉ സിനാഹു സോറി എന്താണ്? യെസ്, അഹ്ലിൻ യലിഉ സിനാഹു ബിഅല ജബലിൻ എന്താണ്? മലമുകളിൽ നിന്നും സിനാ മലമുകളിൽ നിന്നും എന്താണ്? വെളിച്ചം വീശുന്ന ആ ഒരു മിന്നൽ പിണരുകൾ കണ്ട് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഇത് ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? ഇംറുൽ ഖൈസിന്റെ വരികളാണ്. യെസ്, ഇംറുൽ ഖൈസിന്റെ വരികളാണ്. അടുത്തത് ബുക്കിർതു തഖൂഫൂനിൽ ഹതൂഫു കഅന്നി അസ്ബഹതു അൻ ഗർദിൽ ഹതൂഫു ബിമഅസലി. ബക്കർതു തഖൂഫൂനി അൽ ഹതൂഫു എന്താണ്? ബക്കർതു അവൾ രാവിലെ വന്നു, തഖൂഫൂനിൽ ഹതൂഫു അവൾ എന്തെയാണ്? എന്നെ മരണത്തെ പറ്റിയിട്ടും യുദ്ധത്തിലെ അപകടങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ ആയിത്തീർന്നു എന്താണ്? അവൾ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്താൻ കാരണം എന്താണ്? യുദ്ധം എന്താണ്? യുദ്ധമൊന്നും എനിക്ക് ബാധിക്കാൻ പോകൂല എന്നൊക്കെ എഴുതിക്കൊണ്ട് ഞാൻ എവിടെയോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനെ പോലെയാണ്. അതായത് സത്യത ഞാൻ യുദ്ധത്തെ പേടിച്ചാണ് കഴിയുന്നത്, പക്ഷെ എന്താണ്? യുദ്ധമൊന്നും എനിക്ക് വന്നു ചേരാൻ പോകൂല എന്ന മെത്തേഡിൽ ഞാൻ ജീവിക്കാണ്. അതേപോലെയാണ് ആൾ എന്തെയാണ് എന്നെ രാവിലെ വന്ന് ഭയപ്പെടുത്തുന്നത് എന്ന് പാടാണ്. ഇത് ആരുടെ വരികളാണ്? ആരുടെ വരികളാണെന്നറിയോ? അൻതറത്ത് ബിൻ ഷദ്ദാദിന്റെ വരികളാണ് കേട്ടോ. അപ്പം ഇതിന്റെ അകത്ത് ശരിയായി വരുന്നത് ഓപ്ഷൻ എ മാത്രമാണ് വരുന്നത്. താഴെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. നശഅൽ ഇംറുൽ ഖൈസ് നജ്ദിയൻ വഇൻ കാന യമനിയൻ ഹാജറ ഇലാ ഫാരിസിൽ യംദഹു മലകുഹ ഖതല ഫി മാരികത്തി മഅ ബനി മുൻദർ. ഇത് ആര് പറഞ്ഞതാണ്? ഇംറുൽ ഖൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യമനി എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് പറയുന്നത് എന്താണ്? അത് ഹസൻ സിയാത്ത് പറയാണ്, താരിഖുൽ അദബുൽ അറബിയിൽ പറയാണ്, ഇംറുൽ ഖൈസ് നജ്ദിയൻ, അദ്ദേഹം നജ്ദുകാരനായിട്ടാണ് വളർന്നത്, പക്ഷേ അദ്ദേഹം യമനിക്കാരനായിരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം എവിടേക്കാണ് സത്യത്തില് പോയിട്ടുള്ളത്? എവിടേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്? കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ്. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് എന്തിനാ പോയത്? അവസാന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് എന്തിനാ പോയത്? ലീ സഅരി അബീഹി അല്ലെ? അദ്ദേഹത്തിന്റെ വാപ്പയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? വാപ്പയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗോത്രത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം മറ്റുള്ളവരെ ശത്രുക്കളെ കൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ടാണെന്നുള്ളതാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്ന എവിടെ വെച്ചിട്ടാണ് അറിയോ? കൊല്ലപ്പെടുന്ന എവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്? എന്താണ്?
എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം കൈസർ രാജാവിന്റെ കൊട്ടാരത്തിലാണ് അവസാനം ചെന്നെത്തുന്നത്. കൈസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നെത്തുകയും തിമ്മാഹുൽ അസദി എന്ന് പറയുന്ന ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഹാരിസ് ബിൻ അബി ഷിമർ റസാനി എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്ക് വരികയും ഹാരിസ് ബിൻ അബി ഷിമർ റസാനിയുടെ നേതൃത്വത്തിൽ കൈസർ ഇത് എന്ത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന് മുറിവേറ്റ വസ്ത്രം ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേക്കുകയും പിന്നീട് എന്ത് ചെയ്യാണ് ഇദ്ദേഹത്തെ അത് ധരിപ്പിക്കുന്ന തിമ്മാഹുൽ അസദി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ തിമ്മാഹുൽ അസദി ഇദ്ദേഹത്തെ എന്തെയാണ് ഇങ്ങനെ ഉസൈബ് എന്ന് പറയുന്ന അൻകറയിലെ ഒരു പർവ്വതത്തിൽ വെച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി ഇദ്ദേഹം അവിടെ വെച്ച് എന്താണ് ഇദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം മരിക്കുകയും ഇദ്ദേഹം എന്താണ് അൻകറയിൽ തന്നെ പിന്നീട് മറമാടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഓക്കെ, മൻ ഖാതബ സുഹൈർ ബിൻ അബി സലമ ഫിൽ ബൈത്ത് താൻ തന്നിരിക്കുന്ന വരികളിലൂടെ സുഹൈർ ബിൻ അബി സലമ ആരെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. തദാറകതുമ അബസം വദുബിയാന ബഅദമ തഫാനു വദൂഖു ബൈനകും അത്റുൽ മുൻഷിമി തദാറകതുമ അബസം വദുബിയാന ബഅദമ അബ്സ് ദുബിയാൻ എന്നീ ഗോത്രങ്ങൾ പരസ്പരം പോരടിച്ച് മടങ്ങുകയും അവർക്കിടയിൽ എന്താണ് മൻഷ്യമിന്റെ അത്രു മുൻഷിം, അതായത് മൻഷ്യമിന്റെ അത്ര് എന്തെയാണ് പൊടിച്ചതിന് ശേഷം എന്തെയാണ് തഫാനു വദൂക്കു നിങ്ങൾ അവരെ എന്ത് ചെയ്യാണ് രണ്ടുപേരും ഇടപെട്ട് അവരെ എന്ത് ചെയ്യാണ് നാശത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് തദാറകതുമ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് രക്ഷിച്ചു അബസൻ വദുബിയാന അബ്സ് ദുബിയാൻ എന്നീ രണ്ട് ഗോത്രങ്ങളെ. ബഅദമാ തഫാനു അവർ രണ്ടുപേരും പോരടിച്ചതിന് ശേഷം വദൂഖു ബൈനഹും അവർക്കിടയിൽ ഉപയോഗിച്ചു അത്തറ മുൻഷമി എന്തെയാണ് മൻഷമിന്റെ സുഗന്ധ ദ്രവ്യത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ഹാരിസ് ബിൻ ഔഫിനെയും ഹാറമ ബിൻ സിനാനെയും കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ടാല് പാടുന്ന വരികളാണ്, സുഹൈർ ബിൻ അബി സലമ പാടിയ വരികളാണ്. ഇനി ലൈസ മിന ശുഅറാഇ സുആലിക് കവികളിൽ പെടാത്ത വ്യക്തി ആരാണ്? സാബിത്ത് ബിൻ ജാബിർ, അദീ ബിൻ റബിഅ, സാബിത്ത് ബിൻ ഔസ്, അർവത്ത് ബിൻ വർദ്. ആരാണ് അദീ ബിൻ റബിഅ? ആരാണ് അദീ ബിൻ റബിഅ? മുഹൽഹൽ ബിൻ റബിഅൻ. മുഹൽഹൽ ബിൻ റബിഅൻ. ഇനി ഖാറിന ബൈന ഖായിമത്തു അലിഫ് വ ഖായിമത്തു ബ. അൻതറ സുഹൈർ ബിൻ അബി സലമ തഅബ്ബത ശർറ ഇംറുൽ ഖൈസ് വഇൻ ബിൽ ഹസ്മി ഹത്താ ഇദ്മാ ഹല്ലൽ ഹസ്മി ഹൈസു യഹില്ലു ഫതഅററകും അർകർ റൂഹി ബിസ്കാലിഹാ ഫതൽഖിമു കശാഫൻ തുമ്മ തൻഹി ഫതൻതമു فقلت له لما إن شعلنا قليل الغنى إن كنت لما تمول إن يفعل فلقد تركت أباها جزر السباء وكل نسر كشعم. നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. അൻതറയുടെ വരികൾ ഇങ്ങനെയാണ്: ഈ യഫ്അല ഫലഖദ് തറക്തു അബാഹ ജസരി സിബാഇ ഫകുല്ല നസ്രിൻ കിഷ്അമി എന്നുള്ള വരികളാണ് ആരുടേത്? അൻതറയുടേത്. ഇനി സുഹൈറിന്റെ വരി എന്താണ്? ഫതഅറക്തും അറക്കർ റൂഹി ബിസികാലിഹ വതൽഖഹു കശാഫൻ തുമ്മ തൻതജു ഫതഅതമി. ഇനി തഅബ്ബത ശർറയുടെ വരികളാണ്: ത്വാഇൻ ബിൽ ഹിസ്മി ഹത്താ ഇദ്മാ ഹല്ലൽ ഹസ്മി ഹൈസു യഹല്ലു. ഇബ്നുൽ ഖൈസിന്റെ വരികള്: ഫഖുൽതു ലഹു ഇബാ ഇൻ ശഅന
ഷഅനനാ ഖലീലൽ ഗിനാ ഇൻ കുന്ത ലമ്മാ തമൂലു എന്നുള്ള വരികളാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റത്തിബൽ അഷ്തരിൽ താലിയ ഹസ്ബി തർതീബ് ശിഅരി സ്വഹീഹി ഫിൽ ഖസീദ. എങ്ങനെ വരും? ഫസ്റ്റ് വരി ഏതായിരിക്കും ഉണ്ടാവുക? നമുക്കറിയുന്ന വരി ഏതാ? തുടക്കം നമുക്ക് അറിയുന്ന വരി ഏതാണ്? നമ്മൾ എപ്പോഴും ചിലരോട് പറയാറുണ്ട വരികളാണ്. എന്ന വരികളാണ്. അപ്പൊ ഇതിന്റെ അകത്തെ ഓപ്ഷൻ ഏതാ ശരിയായി വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആരുടെ വരികളാണ് അത് ചോദിക്കട്ടെ. ആരുടെ വരികളാ? അതെ, നിന്റെ പ്രണയത്താൽ എന്നെ നീ കൊന്നുകളയുകയാണ്. എന്നിട്ട് എന്താണ്? നീ പറയുന്നതനുസരിച്ച് എന്റെ ഹൃദയം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ നോട്ടം കൊണ്ട് തന്നെ എന്താണ്? എന്റെ ഹൃദയത്തെ നീ കൊന്നുകളഞ്ഞു. എന്നിട്ട് എന്തെയാണ്? ആ ഹൃദയത്തിനോട് നീ കൽപ്പിക്കുന്നതൊക്കെ എന്തെയാണ്? എന്നെ വിട്ടത് പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇംറുൽ ഖൈസിന്റെ വരികളാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. കാന ഹസ്സാൻ ബിൻ സാബിത് യംദഹുൽ മുനാദിറ വയഖതല സ്വലാത്തിഹിം വയതഖബ്ബല സ്വലാത്തിഹിം. അതായത് മുനാദിറകളെ എന്താണ്? മദ്ഹ് ചെയ്യുകയും അവരുടെ സ്വലാത്തുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാന ഹസ്സാൻ ഷാഇറൻ ജാഹിലൻ, ജാഹിലി കവികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. വകാന ഹസ്സാൻ യന്തഖിലു ബൈനൽ അംസാർ, അദ്ദേഹം എന്ത് ചെയ്തു? മിസ്ർ പ്രദേശങ്ങൾ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. കാന ഹസ്സാൻ ഉലിദ വി കൂഫ, കൂഫയിലാണ് ജീവിച്ചത്. ഏതാണ് ശരിയായി വരുന്നത്? യെസ്, നമുക്ക് നോക്കാം. കാന ഹസ്സാൻ ബിൻ സാബിത് യംദഹുൽ മുനാദറ വയതഖബ്ബലു സ്വലാത്തിഹിം. അതായത് ഇദ്ദേഹം മുനാദിറകളെ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം മദ്ഹ് ചെയ്തിരുന്ന കവിയാണ്. ബാക്കിയൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെ അല്ല. ഓക്കെ, ഹസ്സാൻ ബിൻ സാബിത്ത് എവിടെ ജനിക്കുന്നത്? എവിടെയാ? ഹസ്സാൻ ബിൻ സാബിത്ത് ജനിക്കുന്ന എവിടെയാ? മറന്നുപോയോ? മദീനയിലാണ്. എവിടെയാണ്? ഹലോ, മദീന. മദീനയിലാണ് അദ്ദേഹം ജനിക്കുന്നത്, മറന്നു പോകരുത്. മാഹുവൽ മുഫ്രദുൽ കലിമത്തി ജാദറ ജാഅത്തു ഫീ ബൈത്തി അഖ്തൽ. അഖ്തലിന്റെ വരികൾ വന്നിട്ടുള്ള ജാദറ എന്ന വരിയുടെ എന്താണെന്നുള്ളതാണ്. ഇമ്മൻ യദ്ഖലൽ കനീസത യൗമൻ യലികു ഫീഹാ ജാദറൻ വല്ലബാഇ. അതായത് ഇമ്മൻ യദ്ഖലൽ കനീസത യൗമൻ, അതാണ് ആർക്കെങ്കിലും ഒരു ദിവസം എന്താണ്? പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ. ഇമ്മൻ യദ്ഖലൽ കനീസത യൗമൻ, ചർച്ചിൽ ആരെങ്കിലും ഒരു ദിവസം കഴിഞ്ഞാൽ, പ്രവേശിച്ചു കഴിഞ്ഞാൽ, യലികു ഫീഹാ ജാദറൻ വദിബാഇ, അവിടെ അവർക്ക് സുന്ദരങ്ങളായിട്ടുള്ള മാൻകുട്ടികളെയും മാനിനകളെയും കാണാം. അതായത് മാനിൽപ്പെട്ട ആണിനെയും പെണ്ണിനെയും കാണാന്ന് പറയാം. നമ്മുടെയൊക്കെ നാട്ടില് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ
നല്ല സുന്ദരികളായിട്ടുള്ള പെൺപിള്ളാരെ കാണാൻ നമ്മൾ പറയൂലേ? സംഭവം മനസ്സിലായോ? പറഞ്ഞതിന്റെ സംഭവം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ഇതിന്റെ അകത്ത് ജാതറ എന്ന വരി എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഇത് ഏതെന്നുള്ള ജുദൂറെന്നാണോ? ജാതറ എന്ന് പറഞ്ഞ ജുദൂറാണോ, ജിദാറാണോ, ജാദറാണോ, ജൂദറാണോ? ജൂദർ എന്നുള്ളതാണ്. ജൂദർ എന്നുള്ളതാണ് വരുന്നത്. ഹഫുൽ കുത്തീൻ എന്ന് പറയുന്നത് അഖ്തലിന്റെ വരികളാണ്. അഖ്തൽ ഇത് ആരെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ടാണ് ഹഫുൽ കുത്തീൻ എന്ന് പറയുന്ന കസീദ രചിക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള കസീദയാണ്. യെസ്, അബ്ദുൽ മലിക് ബിൻ മർവാനിനെ മദ്ഹ് ചെയ്തുകൊണ്ട് എന്തെയാണ് എഴുതുന്ന ഒരു കവിതയാണ് ഹഫുൽ കുത്തീൻ എന്ന് പറയുന്നത്. അതായത് ഇറാഖിലെ മുസ്അബ് ബിൻ നുസൈറിനെതിരെ എന്തെയാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ വിജയിക്കുകയും പോരടിച്ച് വിജയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെയാണ് അബ്ദുൽ മലിക് ബിൻ മർവാനെ ആ വിജയത്തിൽ മദ്ഹ് ചെയ്തുകൊണ്ടാണ് ഹഫുൽ കുത്തീൻ എന്ന് പറയുന്ന കവിത രചിക്കുന്നത്. അത് എത്ര വരികളുണ്ട് എന്ന് വെച്ചാൽ 80 വരികളുള്ള ഒരു വരികളായിരുന്നു ഹഫുൽ കുത്തീൻ എന്ന് പറയുന്ന വരികൾ. അൽ അഖ്തലു വൽ ഫറസ്തഖു വൽ ജരീർ യഅദ്ദൂന മിൻ ശുഅറാഇൽ ബിലാദി വസ്തഖസുബി ശുഅറാഉൽ ലഹവി വൽ മജൂനി ശുഅറാഉ തബിഅത്തുൽ ബദവിയത്തി ശുഅറാഉൽ അഹ്സാബി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. എന്താണ് ശുഅറാഉൽ നഖായിദ് എന്നുള്ളത്? ഇത് അതല്ല പറഞ്ഞത്. യെസ്, അവരെ ഷോറാഉൽ ബിലാത്തി വ തക്കസുബി എന്നുള്ളത്, അഥവാ ഇവര് ഓരോ ഖലീഫമാരെയും മദ്ഹ് ചെയ്യുകയും ഇവരെന്ത് ചെയ്യാണ് അവരുടെ അടുക്കൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുള്ള എന്താണ് കവികളാണ് ഇവരെല്ലാവരും, അല്ലെ? യെസ്, അതായത് ഇപ്പോ ഫറസ്തക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫറസ്തക്ക് ആദ്യം മദ്ഹ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരാളെ മാത്രമാണ്. അതായത് അബ്ദില്ല എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് മദ്ഹ് ചെയ്തിട്ടുള്ളത് ഫറസ്തക്ക്. എന്നാൽ ജരീറിന്റെ വിഷയമാണ് ഏറ്റവും രസകരം. അതായത് ജരീർ അക്കാലത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഹജ്ജാജ് ബിൻ യൂസഫ്, അബ്ദുല്ലാഹ് ബിൻ മർവാന്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, വലീദ് ബിൻ അബ്ദുൽ മലിക്, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, യസീദ് ബിൻ അബ്ദുൽ മലിക്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, അതുപോലെ തന്നെ നുവാർ, ഫറസ്തക്കിന്റെ ഭാര്യ, അതുപോലെ തന്നെ എന്താണ് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കവിയായിരുന്ന അദീയ് ബിൻ റുക്കാഹ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ അത് മദ്ഹ് ചെയ്തിരുന്നു. ഈ പറഞ്ഞ ജരീർ മദ്ഹ് ചെയ്തിരുന്നു. എന്നാല് യസീദ് ബിൻ മുആവിയ മദ്ഹ് ചെയ്ത കവിയാണ് ആര്? അഖ്തൽ എന്ന് പറയുന്ന കവി. ഓക്കെ, ഇനി ഇവര് ഹിജാബ് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ ഫറസ്തക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഫറസ്തക്ക് ഹിജാ എഴുതുന്നത് ഒസ്സാൻ ബിൻ ദുഹൈനെയാണ് ആദ്യമായി ഹിജാ എഴുതുന്നത്. അതുപോലെ തന്നെ എന്താണ് അബ്ദുല്ലാഹിബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം ഹിജാബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബയ്യു ഖിയമ് ഗോത്രക്കാരും ഇദ്ദേഹം എന്തായിരുന്നു അത് ഹിജാബ് ചെയ്തിട്ടുള്ള ആരൊക്കെ? ഈ ഫറസ്തക്ക്. എന്നാല് ഈ ജരീറിനെ സംബന്ധിച്ച് പറയുന്ന വസ്സാൻ ബിൻ ദഹേര്, മിർദാസ് ബിൻ അബി ആമിർ, റായി അൻ നമേരി, ഇബ്നു റായി ജുന്ദൽ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആരെന്ത് ചെയ്തിട്ടുണ്ട്? ജരീർ ഹിജാബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റായി ഉമേരിയുടെ വിഷയം കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഇനി എന്താണ് അഖ്തലിനെ സംബന്ധിച്ച് പറയുകയാണ് എന്താണ് ഡമാസ്കസിൽ വെച്ച് കഅബ് ബിൻ ജുഅയ്നെ ഹിജാബ് ചെയ്തു. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഹക്കമിനെ ഹിജാബ് ചെയ്തു. അതുപോലെ തന്നെ കൈസ് ഗോത്രത്തെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അഖ്തല് ഹിജാബ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ എന്താണ് ബിലാത്തു തക്കസ്സുബിൽ പെടുന്ന കവികളാണ് എന്ന് പറയാൻ പറ്റും. ഇഖ്റാഉൽ ഇബാറാത്തു താലിത, അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. അശ്ശാഇറു ജമീൽ ബുസൈന ഷാഇറു നമവിയൻ ولد جميل بسينة في بادية الحجاز تزوج جميل بامرأة اسمها بسينة كان جميل بسينة من بني أدرة.
യെസ്, അതായത് അദ്ദേഹം ഒരു അമവി കവിയാണ്. അദ്ദേഹം ഉദറ ഗോത്രക്കാരനാണ്. അദ്ദേഹം ജനിക്കുന്ന എവിടെയാണ്? വാദിൽ ഖുറയിലാണ്. വാദിൽ ഖുറ മിൻ ഷിമാൽ ഹിജാസ്, മിൻ ഷിമാൽ ഹിജാസ് എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം ഹുസൈനെ വിവാഹം ചെയ്തോ? ജമീൽ ഹുസൈനെ വിവാഹം ചെയ്തോ? ഇല്ല. പകരം ഇദ്ദേഹം ആരെയും വിവാഹം ചെയ്തോ സത്യത്തില്? ഇല്ല. ഇദ്ദേഹം ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഉമ്മു ജുസൈർ ബിൻത് ഹബ എന്ന് പറയുന്ന ജുസൈനയുടെ സഹോദരി ആദ്യം ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം എന്തെയാണ്, അവർ തമ്മിൽ വേർപിരിയുകയും പിന്നെ ഹുസൈനയുമായി പ്രണയത്തിലാവുകയാണ്. പക്ഷേ ഹുസൈനയുടെ പ്രണയം ആർക്കിഷ്ടപ്പെട്ടിരുന്നില്ല? അവരുടെ വാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ എന്തെയാണ്, മറ്റൊരു ഹിജ്നത്തുൽ ഹിലാലി എന്ന് പറയുന്ന ഒരാളെ എന്തെയാണ് ഇവര് എന്താണ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജമീൽ ഹുസൈനെ പിന്നീട് പാട്ടും പാടി നടക്കുകയാണ്. അതായത് പാട്ടുപാടി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ആര് മരിക്കാണ്? ഹുസൈന മരിക്കാണ്. പക്ഷെ ഹുസൈന മരിക്കുന്ന സമയത്ത് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് ഓരോ നാടുകളിലും എന്ത് ചെയ്യാണ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഹുസൈനെയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ. റിസാലത്തുൽ ഹന, കിതാബുല്ലി, അൽ മുത്തനബി, അബു തമ്മാം, ബുഹുത്തുരി, അൽ മഅരി. യെസ്, മഅരിയുടെ കിതാബാണ് എന്ത്? റിസാലത്തുൽ ഹനാ എന്ന് പറയുന്നത്. ഓക്കെ, റിസാലത്തുൽ ഹനാ എന്ന് പറയുന്നത് ആരുടെയാണ്? മഅരിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് റിസാലത്തുൽ ഹനാ എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് റിസാലകളുണ്ട്. റിസാലത്ത് സിന്ധിയ, റിസാലത്തുൽ ഫർള്, റിസാലത്തുൽ മബീഹ്, റിസാലത്തുൽ ഖസാർ തുടങ്ങിയിട്ടുള്ള ഒരുപാടുണ്ട്. ഇതില് 1944 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് കേട്ടോ റിസാലത്തുൽ ഹനാ എന്ന് പറയുന്നത് കേട്ടോ. റിസാലത്തുൽ ഹനാ 1944 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഖാറിന് ബൈന ഖായിമത്തു അലിഫ് വ ഖായിമത്തു ബ, ജാഹിദ്, അൽ ബുഹ്തുരി, അബൂ ഫിറാസ്, അബുൽ അല അൽ മഅരി. ഒന്നാമത്തത് അന്ത വല്ലാഹി യാ ബുനയ്യ അമീർ ശുഅറ ഗദൻ ബഅദി. ഇത് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കൗട്ടുകളാണ്. ബുദഅ ശിഅറ ബി മലികിൻ വ ഖുതിമ ബി മലിക്. തഅല്ലമ അൽ അഖലു അവ്വലൻ വൽ അദബു സാനിയൻ. കാന കസീറുൽ മബാലഅ മുഫ്ഹിമൻ ബിൽ ഗരീബി മുതകല്ലിഫു സജ്ഇ കസീറുൽ ഇസ്തിലാഹാത്തുൽ ഇൽമിയ. യെസ്, ഓപ്ഷൻ എ ആണ് വരുന്നത്. കാരണം ജാഹിദിന്റെ കോട്ടാണ് തഅല്ലമൽ അഖിൽ അവ്വലൻ വൽ അദബു സാനിയൻ. ബുഹ്തുരിയുടേതാണെന്താണ് അന്ത വല്ലാഹി യാ ബുനയ്യ അമീർ ശുഅറ ഗദൻ ബഅദി. അബൂ ഫിറാസുൽ ഹമദാനിയുമായി ബന്ധപ്പെട്ടതാണ്. ശിഅറ ബി മലികിൻ വ ഖുതിമ ബി മലിക്. അതിലെ ഖുതിമ ബി മലിക് എന്നാണ് അബൂ ഫിറാസുൽ ഹമദാനിയാണ്. ഇനി അബുൽ അല മഅരിയുമായി ബന്ധപ്പെട്ട് പറയാണ് കാന കസീറുൽ മബാലഅ, നല്ലോണം അതിശയോക്തിയുള്ള വരികളായിരുന്നു. മുഫ്ഹിമൻ ബിൽ ഗരീബി വ മുതകല്ലിഫു സജ്ഇ, അദ്ദേഹത്തിന്റെ അപരിചിതമായ ഒരുപാട് പദ്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുതകല്ലിഫു സജ്ഇ, അദ്ദേഹം സജ്ഇനെ പിന്താങ്ങുന്നവനായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് വൈജ്ഞാനിക ഇസ്തിലാഹാത്തുകൾ അദ്ദേഹത്തിന്റെ കവിതകൾ ഉണ്ടായെന്നുള്ളതാണ്. റത്തിബ് ശുഅറ മിനൽ അഹദ് അൽ അബ്ബാസി അൽ മദ്കൂരിന അദ്നാഹു ബിഇഅ്തിബാരി സനതി വഫാതിഹിം തനാസുലിയൻ. തനാസുലി എങ്ങനെയായിരുന്നു? തനാസുലിയൻ ശരി, ഇവിടെ ആൻസർ ഏതാ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ?
സ്റ്റെപ്പ് ഇറങ്ങി വരലാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ എന്ത് ചെയ്യണം? ആദ്യം മരിച്ച ആൾ ആദ്യം കൂട്ടണ്ടേ? നമുക്ക് നോക്കാം. അതായത് ആദ്യം മരിക്കുന്നത് ആരാണ്? അബുത്തമ്മാണ്. അബുത്തമ്മാം 188 ഹിജറയിൽ ജനിക്കുകയും 231 അദ്ദേഹം വഫാത്താകുന്നത്. അതിനുശേഷം ഇബ്നു റൂമിയാണ്. ഇബ്നു റൂമി 221 ജനിക്കുന്നത്, 284 മരിക്കുന്നത്. ഓക്കെ. പിന്നീട് ആരാണ്? പിന്നീട് വരുന്നത് ബുഹുത്തുരിയാണ്. ഇത് ബുഹുത്തുരിയെ സംബന്ധിച്ച് പറയാൻ 206 ജനിച്ചുവെങ്കിലും 284 മരിക്കുന്നത്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇബ്നു റൂമി മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബുഹുത്തുരി മരിച്ചതിന് ശേഷം ഇബ്നു റൂമി മരിക്കാം. സോറി, ഇബ്നു റൂമി മരിച്ചതിന് ശേഷം ബുഹുത്തുരി മരിക്കാം. ഒരു ചെറിയൊരു എന്തുണ്ടാവും, മാസങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. പിന്നെ അവസാനമായിട്ട്, അതായത് 383 ആര് മരിക്കുന്നത്? മുത്തനബി മരിക്കുന്നു എന്നുള്ളതാണ്. ഖാറിന ബൈന ഖായിമത്തു അലിഫീം വ ഖായിമത്തു ബ. അബുൽ അല അമാരി, അബു ഉബാദ അൽ ബുഖ്തരി, കഅബ് ബിൻ സുഹൈർ, അബു മുലൈക് അൽ ഹുത്തഅ. ഗോത്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് കേട്ടോ. അതായത് അബുല്ലല അൽ മാരി മുസ്ന ഗോത്ര, അബുല്ലല മാരി തനൂഹ് ഗോത്രക്കാരനാണ്. ബുഹുത്തുരി എന്ന് പറയുന്ന തൊയ്യ് ഗോത്രക്കാരനാണ്. കഅബ് ബിൻ സുഹൈർ മുസ്ന ഗോത്രക്കാരനാണ്. ഉത്തയ എന്ന് പറയുന്ന അബിസ് ഗോത്രക്കാരനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇഖ്റഉൽ ഇബാറാത്തു താലിത. അത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. കാന ജാഹിദ് അൽ ബഷർ. ബഷാറിനെ പറ്റി ജാഹിദ് പറയുകയാണ്. കാന ബഷാർ, ബഷാർ ആയിരുന്നു. ബഷാർ എങ്ങനെയായിരുന്നു? ഖത്തീബൻ, നല്ലൊരു പ്രാസംഗികനാണ്. ആര്? ബഷാർ ഇബ്നു ബുർദ്. ഇനി സ്വാഹിബി മള്ളൂമി വ മൻസൂരി, നല്ല കവിതകളും ഗദ്യങ്ങളും ഉണ്ടായിരുന്നു. മുസ്തൗദിൻ വ സജ്ഇൻ, എന്താണ്? മുസ്തവിജിൻ വ സജ്ഇൻ വ റസായിലിൻ. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? മുസ്തവിജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സജ ഉണ്ടായിരുന്നു, റസായിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ബഷാറിനെ പറ്റിയിട്ട് ഒരു സ്ത്രീ പറയാണ്, ബഷാറിനോട് സ്ത്രീ പറയാണ്, ലാ അദ്രി ലിമാ യുഹാബിക്കൻ നാസ്. എന്താണ്? മഅകുബിഹി സൂറത്തിക ഫജാബ്. എന്താണ്? ലാ അദ്രി ലിമാ യുഹാബിക്കൻ നാസ് മഅകുബിഹി സൂറത്തിക. അതായത് ലാ അദ്രി, എനിക്കറിയില്ല, ലിമ യുഹാബിക്കൻ നാസ്, ജനങ്ങൾ എന്തിനാണ് ഇത്രയും നിങ്ങളെ ഭയപ്പെടുന്നത്? മഅകുബിഹി സൂറത്തി, നിങ്ങളുടെ മോശം എന്താണ്? ഇത്രയും മോശമായിട്ടുള്ള രൂപമുണ്ടായിട്ടും എന്തിനാണ് ജനങ്ങൾ ഇത്രയും നിങ്ങളെ ഭയപ്പെടുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, ലൈസ മിൻ ഹസനിഹി യുഹാബുൽ അസദ്. നല്ല ഭംഗിയുള്ളവരെ എന്ത് ചെയ്യല്ല, സിംഹത്തെ ഭയപ്പെടുന്നത്. ഓക്കെ, സിംഹത്തെ ഭയപ്പെടുന്നത്, സിംഹത്തിന് നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ജനങ്ങൾ സിംഹത്തെ ഭയപ്പെടുന്നത്? ആണോ? സിംഹത്തിനെ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണോ സിംഹത്തെ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ മൂപ്പർ എന്ത് ചെയ്യാണ്? ആ സ്ത്രീയെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ്. ഇനി ബഷാർ മറ്റൊരു ഇതാണ്, വലി സലാമത്ത് ഷഅരിഹി, അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് എന്താണ്? ബഷാറിൻ വതിലാവതുഹു ഔലഉ മിൻ ശബ്ബാനിൽ ബസറ വഖുലഅഇഹ വഖ്തന ബിഹി നിസാഉഹ. അതായത് അദ്ദേഹത്തിന്റെ കവിതകളിലെ ലാളിത്യം എന്ന് പറയുന്നത് എന്താണ്? മാധുര്യമുള്ളതാണ്. ഔലിഹ മിൻ ശുബ്ബാനിൽ ബസറ, ബസറയിലെ യുവാക്കൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? യുവാക്കളെ കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് ചിന്തിക്കുകയും അവരിൽ ആകൃഷ്ടരാകുകയും ചെയ്തിരുന്നു. എന്താണ്? അദ്ദേഹത്തിന്റെ കവിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന്റെ കവിതകളിൽ മയങ്ങിപ്പോകുമായിരുന്നു എന്നുള്ളതാണ്. ഉലിദ ബഷാർ ഇബ്നു ബുർദ ബിൽ കൂഫ വതുവഫിയ ഫീഹ, വതുവഫിയ 826. യെസ്,
ബാ എന്നുള്ളത് ആരെ പറ്റിയിട്ടുള്ളതല്ല, ബഷാറിബിന് മൃദുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല. ബാക്കി ഓപ്ഷൻ അലിഫ് ജീമ് ദാലാണ് ബഷാറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ബാക്കി ചോദ്യങ്ങളോട് നമുക്ക് ഡിസ്കസ് ചെയ്തോടെ. എന്താ അവസ്ഥ? കുറച്ചുകൂടി ഉണ്ട്, ഇതോടെ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാമല്ലോ അല്ലെ. കാരണം മൗദൂഅത്തു ശിഅ്റു ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. തനാസിഅത്തുൻ സിയാസിയ, രാഷ്ട്രീയ തർക്കങ്ങൾ. തനാഫുറാത്തുൻ ശിഅരിയ, അതായത് എന്താണ് കവിതാ തരത്തിലുള്ള മത്സരങ്ങൾ, തർക്കങ്ങൾ. എന്താ ടീച്ചറെ? മുന്നത്തെ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കാവോ? അയ്യോ ഹാബക്ക് അതൊന്നും നോക്കാനോ. ബി ആണല്ലേ ആൻസർ ആണത്? യെസ്, ബി ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ബഷാറിനെ കുറിച്ചിട്ടല്ല പറയുന്നത്? അല്ല അല്ല അല്ല, നോക്കിട്ട് പറഞ്ഞുതരാം അത്. ബഷാറാണ്. ഓക്കെ, ഔസാഫുൽ ഹയവാനാത്തി വൻ നബാത്താത്ത്, എന്താണ് മൃഗങ്ങളുടെയും സസ്യങ്ങളെയും കുറിച്ചുള്ള വർണ്ണനകളാണ്. ബുക്കാലത്തലൂലി, എന്താണ് നമുക്കറിയാലോ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള കരച്ചിലാണ്. തനഫസാത്തിൻ ഖറാമിയത്തിൻ, എന്താണ് പ്രണയത്തെ കുറിച്ചിട്ടുള്ള വർണ്ണനകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ അകത്ത് ശരിയായ സ്റ്റെപ്പിനെ തിരഞ്ഞെടുക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ജാഹിലിയ കാലഘട്ടം കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവുകയും അതിനെ വിമർശിച്ച് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി തനാഫുറാത്തുൻ ശിഅരിയ, ഈ കവിതാ തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അൽക്കമയും ഇംറുൽ കൈസും തമ്മിലുള്ള ഒരു മുനാഫസത്തും ശരിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തല്ല, ഒരു വലിയ രൂപത്തില് അവതരിപ്പിക്കപ്പെട്ട ഒരു കാലമല്ല ജാഹിലിയ കാലഘട്ടം, വളരെ തുച്ഛമായിരുന്നു. അപ്പൊ നമുക്ക് അതും എന്ത് ചെയ്യാൻ പറ്റൂല, ഉൾപ്പെടുത്താൻ പറ്റൂല. ഇനി ഔസാഫുൽ ഹയവാനാത്തി വൻ നബാത്താത്ത്, എന്താണ് മൃഗങ്ങളുടെയും സസ്യങ്ങളെയും കുറിച്ചിട്ടുള്ള വർണ്ണനകൾ എന്ന് പറയും. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, മരുഭൂമിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, അത് പറയാറുണ്ട്. ഇപ്പൊ ഒട്ടകങ്ങളായിക്കോട്ടെ, കുതിരകളായിക്കോട്ടെ, പശുക്കളായിക്കോട്ടെ, അങ്ങനെ അവിടെ ജീവിച്ചിരുന്ന, മരുഭൂമിയിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളെ പറ്റിയിട്ട് മറ്റ് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്യാറുണ്ട്, അങ്ങേയറ്റം വരെ വർണ്ണിച്ച് പാടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ബുക്കാനല തുലൂരി, എന്താണ് നശിച്ചുപോയ വാസസ്ഥലങ്ങൾ. ഇപ്പോ കാമുകിയുടെ വാസസ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പാടിക്കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ തനഫസാത്തിന് ഖറാമിയ, പ്രേമ വർണ്ണനകൾ എന്ന് പറയും. അതായത് എന്താണ് കവികളുടെ ഓരോ എന്താണ് പ്രണയ വർണ്ണന കാവ്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പം അതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ജീമ്, ദാല്, ഹാ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. മുഅല്ലഖത്തു അംറു ബിൻ കുൽസും തഷ്തഹിറു, അത് എന്തിലാണ് പ്രശസ്തമാകുന്നത്? ഹംസിയാണ് ബഹറുൽ ഹഫീഫിലാണ്, നൂനിയാണ് ബഹറുൽ വാഫറിലാണ്. 100 വരികളുണ്ട്. എന്നാണ് തുടങ്ങുന്നത്. എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, സോറി കേട്ടോ, ഇത് ഓപ്ഷൻ ജീമാണ്, ദാലാണ് ശരിയായി വരുന്നത്. ദാലും ഹാവും ശരിയാവില്ലല്ലോ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. ബ, ജീമ്, ഹ എന്നുള്ളതാണ് ശരിയായി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഓപ്ഷൻ സി അല്ല. ഞാൻ പറയാണ്. ഏത് ഗോത്രത്തിലേക്കാണ് സൗലുബ് കവിയായിരുന്ന തഅബ്ബത്ത് ഷറയെ ചേർക്കപ്പെടുന്നത്? ഫഹ്മു ഗോത്രക്കാരനാണ്. ഖായിം ഖാറന ബൈന ഖായിമത്തു അലിഫിൻ വ ഖായിമത്തു ബ, ജമീൽ ബിൻ മുഹമ്മദ്
അറുബത്തുൽ ബറദ്, ഇബ്നു റൂമി, കഅബ് ഇബ്നു സുഹൈർ, ഷാർ മുഖ്ദറം, ഷാർ അബ്ബാസി, ഷാർ നബവി, ഷാർ സൗദി. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഉത്തരം അറിയാവുന്നതാണ്. ജമീൽ ഇബ്നു മുഅമ്മർ എന്താണ്? ഷാർ നബവി, നബവി കവിയാണ്. ഉർവത്തുൽ ബറദ് സഅലൂഖ് കവിയാണ്. ഇബ്നു റൂമി അബ്ബാസി കവിയാണ്. കഅബ് ഇബ്നു സുഹൈർ മുഖ്ദറം കവിയാണ്. അഷ്ആറുല്ലദി നഫഉൽ ഖലീഫ, ഖഫീഫ അല്ല ഖലീഫയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇല ദഹിലത്ത്, ദഹിലത്തിൽ എന്തെയാണ്? ഖലീഫയായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് നാട് കടത്തുകയാണ്. ഇഹ്ദാ ജസറുൽ ബഹറുൽ അഹ്മർ ബൈന ബിലാദുൽ യമനി വൽ ഹബശ, ഹബശയിലും യമനിന്റെ നടുക്കുണ്ടായിരുന്ന റെഡ് സീയുടെ ഒരു പ്രദേശത്താണ് ഈ ദഹിലക്ക് സ്ഥിതി ചെയ്യുന്നത്. യെസ്, ആരാണ്? ഉമർ ബിൻ അബി റബിഅ ആണ്. കാരണം അറിയാലോ അല്ലെ? യെസ്. ജമീൽ ബിൻ മുഅമ്മറുമായി ബന്ധപ്പെട്ട എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം. ജനിക്കുന്നത് മിസ്റിലും മരിക്കുന്ന ഹിജാസിലുമാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് എന്താണ്? വിജ്ദാനിൻ, എന്താണ്? കുറച്ചധികം സംഗീതാത്മക കവിതകളാണ്. അഹദറ ദമ്മുഹു അർവാൻ ബിൻ ഹക്കം വാലി അൽ മദീന, ഇദ്ദേഹത്തിന്റെ രക്തം ആവശ്യപ്പെട്ടതാണ് മർവാൻ ബിൻ ഹക്കമാണ്, മദീനയുടെ വാലിയായിരുന്ന. അദ്ദേഹം എന്താണ്? ഇത് കാരണത്താൽ അദ്ദേഹം എന്ത് ചെയ്തു? സിറിയക്കും ഈജിപ്തിനും ഇടയിൽ ഇങ്ങനെ ഓടി ഓടി നടന്നു. അത് നമുക്ക് അവസാന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? പേടിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കബീല, അദ്ദേഹത്തിന്റെ എന്താണ് കവിതകളിൽ നുസ്അത്തുൻ കബീല ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻസർ ചെയ്യണേ. ഈ ജമീൽ ബിൻ മുഅമ്മർ ജനിക്കുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞു? ഹിജാസിലെ വടക്കു ഭാഗത്ത് വാദിൽ ഖുറ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്, മിസ്രിലല്ല. ഇനി അദ്ദേഹം മരിക്കുന്നതാണ് എവിടെ? മിസ്രിലാണ്. ഇനി അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് എന്നുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അഹ്ദറ ദമ്മുഹു മർവാൻ ബിൻ ഹക്കം വാലി അൽ മദീന, അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ഹുസൈനെ വല്ലാണ്ട് മദ്ഹ് ചെയ്ത് പാടുന്നുണ്ട്. പക്ഷെ ഇത് ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? ഇവരുടെ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് അവസാനം എന്ത് ചെയ്യാണ്? മർവാനിബിന് ഹക്കമിനോട്, മദീനയുടെ വാലിയായിരുന്ന മർവാനിബിന് ഹക്കമിനോട് വന്ന് പരാതി പറയുകയും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഫഹൗഫ മിൻഹു, അതിൽ നിന്നും അദ്ദേഹം ഭയം നോടി. ബൈന മിസ്രി വശാം, അതായത് ഇദ്ദേഹം ഇവിടെ ആ സമയത്ത് ഇദ്ദേഹം ഹിജാസിൽ നിന്നും എന്ത് ചെയ്യാണ്? യമനിലേക്ക്, മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഹിജാസിൽ നിന്നും യമനിലേക്ക് പോകുന്നുണ്ട്. അതായത് ഹുസൈനയുടെ കുടുംബക്കാര് ഖലീഫയോട് പരാതി പറഞ്ഞ കാരണത്താൽ അദ്ദേഹം പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുൽ അസീസ് ബിൻ മർവാൻ എന്ന് പറയുന്ന ഇസ്രയേൽ ആമിന്റെ അടുക്കിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. പക്ഷെ അബ്ദുൽ അസീസ് ബിൻ മർവാൻ അവിടെ നിന്നും സ്ഥാനഭ്രഷ്ടനായ സമയത്ത് അദ്ദേഹം എന്താണ്? അദ്ദേഹം വീണ്ടും സിറിയയിലേക്ക് തിരികെ വരുന്നുണ്ട്. എന്നിട്ട് പിന്നീട് എന്താണ്? അവസാന സ്ഥാനത്ത് ഇദ്ദേഹം യമനിലേക്ക് പോവുകയും പിന്നീട് ഈജിപ്തിലേക്ക് പോവുകയും പിന്നീട് അവിടെ വെച്ച് മരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ അകത്ത് ബാ, ജീമ്, ദാല് എന്നുള്ളതൊക്കെ എന്താണ്? ശരിയായ കാര്യങ്ങളാണ് എന്നുള്ളതാണ്.
ലൈസ മിന ശുഅറാഉൽ ബിലാദ്, കൊട്ടാര കവികളിൽ പെടാത്തത്. അബൂ നവാസ്, ഇബ്നു റൂമി, ബുഹ്തുരി, അബൂ തമ്മാം. ഇബ്നു റൂമി കൊട്ടാര കവികളിൽ പെട്ടതല്ല. വൽ ബഹറു മിൻ അയ്യിൻ നവാഹി അതൈതഹു ഫൽജതഹുൽ മഅറൂഫി വൽ ജൂദി സാഹിലുഹു തഊദു ബസ്തൽ കഫി ഹത്താ ലൗ അന്നഹു സലാഹാ ലികബ്ദി ലം തത്ഇഖു അനാമിലുഹു. ഇതാരുടെ വരികളാണ്? വൽ ബഹറു മിൻ അയ്യി നവാഹ അതൈതഹു, നീ ഏതൊക്കെ ഭാഗത്തൂടി നോക്കിയാലും മൂപ്പരത് തന്നെയാണ്, ഒരു മഹാസമുദ്രാണ്. ഫലജ്ജത്തുൽ മഅറൂഫി വൽ ജൂദി സാഹിലുഹു, ഇനി ഫലജ്ജത്തുൽ മഅറൂഫി വൽ ജൂദി സാഹിലുഹു. ഫലജ്ജത്തുൽ മഅറൂഫ്, അദ്ദേഹത്തിന്റെ നന്മയാണ് അദ്ദേഹത്തിന്റെ ആഴക്കടൽ എന്ന് പറയുന്നത്. വൽ ജൂദി സാഹിലുഹു, എന്താണ്? ഔദാര്യമാണ് അദ്ദേഹത്തിന് തീരം എന്നുള്ളത്. തഊദു ബസ്തുൽ കഫി ഹത്താ ലൗ അന്നഹു, തഊദു ബസ്തുൽ കഫ്, അദ്ദേഹത്തിന്റെ എന്താണ്? അദ്ദേഹത്തിന്റെ കൈകൾ തുറന്നു പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. എന്തിനു വേണ്ടി? ഹത്താ ലൗ അന്നഹു, അദ്ദേഹം എന്താണ്? മറ്റുള്ളവർക്ക് നൽകാനായിട്ട്. സനാഹ ലഖബനി ലം തത്ഹു അനാമിലുഹു. ഓക്കെ, അതായത് അതല്ല, സോറി, ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. തഊദു ബസ്തുൽ കഫി ഹത്താ ലൗ അന്നഹു സനാഹ ലഖബനി ലം തത്ഹു അനാലിമുഹു. അതായത് അദ്ദേഹത്തെ എന്താണ്? അദ്ദേഹം എന്താണ്? മറ്റുള്ളവർക്ക് വാരിക്കോരി നൽകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ തുറന്നു പോവുകയാണ്. അദ്ദേഹം എത്രത്തോളം ഇനി എന്താണ് വിരലുകൾ ഇങ്ങനെ മടക്കി വെക്കണം എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? അത് മടക്കി വെക്കാൻ പറ്റൂ എന്നുള്ളതാണ്. മടക്കി പിടിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആരുടെ വരികളാണ്? അബൂത്തമ്മാം അബൂ സഈദ് സഈദിയെ കുറിച്ച് മദ്ഹ് ചെയ്ത് പാടിയ വരികളാണ്. അബൂ സഈദ് സഈദിയെ കുറിച്ചിട്ട് മദ്ഹ് ചെയ്ത് പാടിയ വരികളാണ്. അവ്വലു മഖ്തൂലിൻ ഫി ഹർബിൽ ബസൂസ് ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്ത് ആദ്യം കൊല്ലപ്പെട്ട കവി ആരാണ്? ആദ്യം കൊല്ലപ്പെട്ട വ്യക്തി ആരാണ്? ബസൂസ് യുദ്ധത്തിൽ. ഇസാസ് ബിൻ ബുർറ, മുഹൽഹിൽ ബിൻ റബിഅ, ഹുലൈബ് ബിൻ റബിഅ, റബിഅത്ത് ബിൻ അദിയ്. യെസ്, നമുക്ക് ഉത്തരം നോക്കാം. ഹുലൈബ് ബിൻ റബിയാണ് ആദ്യമായി കൊല്ലപ്പെടുന്നത്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ശരിയ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. ഒന്ന് വായിച്ചു നോക്കണേ. ഇഹ്ദൽ ലുഗത്തു സാമിയ വൽ ലുഗത്തു റസ്മിയ ഫി ജമീഇ ദുവലിൽ അറബിയ വൽ ഇസ്ലാമിയ. ഇഹ്ദൽ ലുഗത്തുൽ ഉമ്മമുൽ മുത്തഹിദ സിത്ത വൽ ലുഗത്തു റസ്മിയ ഫി മജ്ലിസ് തആവുനുൽ ഖലീജി. اللغة الرسمية في جميع دول الأعضاء الجامعة الدول العربية في آسيا وإفريقيا. اللغة الرسمية في جميع دول الأعضاء المنظمة دول المصدرة للبترول. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയായി വരികയുള്ളൂ. അതില് ഓപ്ഷൻ ബാവും ജീമും, അതായത് യുഎൻഎയുടെ ഒഫീഷ്യൽ ഭാഷയാണ്. അതേപോലെ തന്നെ എന്താണ്? മജ്ലിസ് തആവുനുൽ ഖലീജി, GCCയുടെ ഒഫീഷ്യൽ ഭാഷയാണ്. അതേപോലെ തന്നെ എന്താണ്? ജാമിഅത്ത് ദുവലുൽ അറബിയ, ജാമിഅത്ത് ദുവലുൽ അറബിയുടെ എന്താണ്? എല്ലാ മെമ്പേഴ്സിന്റെയും 22 മെമ്പേഴ്സ് ഉണ്ട്. ആ 22 മെമ്പേഴ്സിന്റെയും ഔദ്യോഗിക ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഒപ്പക്കിന്റെ എന്തല്ല ഒരു ഔദ്യോഗിക ഭാഷയല്ല. മാത്രമല്ല എല്ലാ അറബ് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷ അറബി ഭാഷയല്ല എന്നുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അതായത് അദ്ദേഹം എന്താണ്? അവരെന്ത് ചെയ്യുന്നു? കബീല ഗോത്രത്തെ ഇഷ്ടപ്പെടുകയും അവരെ ബഹുമാനിക്കുകയും വക്കസറിൽ ഖത്തീബി വൽ ഖായിദ്, അവരിലധികവും പ്രസംഗികരും എന്താണ്? ഖത്തീബ് ഖായിദുമാരായിരുന്നു. കാരണം ഖത്തീബ് അഹബുൽ കബീല വക്രം അലിഹ അക്സർ മിന ഷാഇരി വൽ ഖായിദി, അതായത് പ്രാസംഗികരായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നു? കബീല ഇഷ്ടപ്പെട്ടിരുന്നു. അവരെ എന്താണ്? അവരെ ബഹുമാനിക്കുകയും അവരിലധികവും കവികളും അതേപോലെ തന്നെ എന്താണ്? ഖായിദുകളുമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഖായിദു അഹബ ഇലൽ കബീല, അവർ എന്തായിരുന്നു? ഖായിദീങ്ങളായിരുന്നു. അഹബ ഇലൽ കബീല, അവർ ഗോത്രത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. വക്രം അലിഹ വക്കസറ മിന ഷാഇർ വൽ ഖത്തീബി,
അവരവരെ ബഹുമാനിക്കുകയും അവരിലധികവും പ്രാസംഗികരും അതേപോലെ തന്നെ കവികളുമായിരുന്നു എന്നുള്ളതാണ്. ലാ ഫളല ഷാഇദു അലാ ഖതീബി വഖാഇദി, അതായത് പ്രാസംഗികരെയോ എന്താണ് കായിദ് ലീഡേഴ്സിനെ അവർ എന്ത് ചെയ്തിരുന്നില്ല, അവർ പ്രത്യേകതകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ചെയ്യണം. അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ എന്തായിരുന്നു, അവരുടെ ഗോത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു. അവരിലധികവും പ്രാസംഗികരും അതേപോലെ തന്നെ എന്താണ്, അവര് ഓരോ ഇപ്പം 10-ലായിരുന്നു അല്ലെ, പല ഗോത്രങ്ങളുടെ 10-ലായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അഷ്അറുൽ അറബി ഇന്ദൽ അറബ് ഖദീമൻ, പഴയ കാലഘട്ടത്തിലുള്ള അറബികളുടെ കവിത എങ്ങനെയാണ്? ലാസിമിയ ഷിഅറൻ ഇല്ലാ ഇദാ കാന മൗസൂന മുക്കഫ, അത് കവിതയായിരുന്നു പക്ഷേ വസിനും ഉള്ളതായിരുന്നില്ല ആയിരുന്നു. കാന ഷിഅറുൽ അറബി ഫി അഹദിൽ ജാഹിലിയ ദീവാനുൽ അറബ് ആയിരുന്നു. ലാസിമിയ ഷിഅറൻ ഇല്ലാ ഇദാ കാന വസീലത്തുൽ മഫ്ഖറത്തുൽ ലദൽ അറബ്, ലാസിമിയ ഷിഅറൻ ഇല്ലാ ഇദാ ദല്ല അലാ അഹ്വാലി തഗയ്യുറാത്തുൽ ഉമം, ഹിയ ലാസിമ ഷിഅറൻ ഇല്ലാ ഇദാ റഫഅ ഷഅന ഖബീലത്തുൽ അറബ്. ഇതിൽ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കണം. ഓക്കെ, ഇതിന്റെ അകത്ത് ഓപ്ഷൻ എയും ബിയും ആണ്. അതായത് വസിനും കാഫി ഉൾക്കൊള്ളുന്ന രൂപത്തിൽ തന്നെയായിരുന്നു അവരുടെ കവിതകൾ ഉണ്ടായിരുന്നത്. ജാഹിലിയ കാലഘട്ടം പണ്ട് മുതലുള്ള, ജാഹിലിയ കാലഘട്ടം മാത്രമല്ല അറബിയുടെ അബ്ബാസിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന കവിതകൾ മുഴുവൻ വസിനും കാഫി ഉൾക്കൊള്ളുന്ന കവിതകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ജാഹിലിയ കാലഘട്ട കവിതകൾ അറിയപ്പെടുന്നത് ഷെയ്ർ ദിവാനുൽ അറബ് എന്നൊരു കൺസെപ്റ്റിലാണ് എന്നുള്ളത് നമ്മൾക്ക് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ലാസമിയ ഷിഅറൻ ഇല്ലാ ഇദാ കാന വസീലത്തുൽ മഫ്ഖറത്തുൽ ലദൽ അറബ്, അറബികൾക്കിടയിൽ വളരെ വലിയ ഫഖ്ർ പറയാനുള്ള ഒരു വസീല മാത്രമായിരുന്നു നോക്കല്ലോ ആയിട്ടുണ്ടായി എന്നുള്ളതൊക്കെ. ഫഖ്ർ മാത്രമല്ല, അത് വെറും ഓർമ്മ ഷിയർ മാത്രമാണ് എന്നുള്ളതാണ്, അത് വലിയ കാര്യമല്ല. ഇനി ഇല്ലാതല്ല അല അഹ്വാലി തഗയ്യുറാത്തുൽ ഉമം, അതായത് അറബികളുടെ എന്താണ് ഈ ഉമം എന്നാ പറഞ്ഞത്. ഓക്കെ, അതായത് അറബികളുടെ എന്താണ് ചേഞ്ചസിനെ കുറിച്ചിട്ടും അഹ്വാലുകളെ കുറിച്ചിട്ടും എന്താണ് പറയുന്ന ഒരു രജിസ്ട്രി മാത്രമാണോ കവിത എന്ന് പറയുന്നത്? ആണോ? അല്ല. ഇനി ഹിയ ലാസിയമ ഷിഅറൻ ഇല്ലാ ഇദാ റഫഅ ഷഅനുൽ ഖബീലത, അറബികളുടെ ഗോത്രത്തിന്റെ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചത് കവിതകളായിരുന്നു എന്നാ പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഇനി മുഅല്ലഖത്ത് സുഹൈർ ബിൻ അബി സലമ ഹിയ മീമിയത്തൻ അലാ വഹിദി തവീലി യബ്ലഉ അദദഹ 4 و 6, هي لامية على واحد الطويل يبلغ عددها 4 و 7, هي لامية على واحد الوسيط يبلغ عددها 4 و 50, هي ميمية على واحد الخفيف يبلغ عددها 4 و 40. യെസ്, 64 വരികളാണ്, മീമിയയാണ്, തൊബീൽ ബഹറിലാണ് എന്നുള്ളതാണ്. أصبح الشاعر عمرو بن كلثوم قائدا قبيلته تغلب عندما بلغ ديش عمره, അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം കായിദായി തുടങ്ങിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ കായിദായി മാറിയത് അദ്ദേഹത്തിന്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു എന്നുള്ളതാണ്. യെസ്, 15 അല്ലെ, 15 വയസ്സിലായിരുന്നു. ഇത് ഒരു വാക്കാണ്. ഓക്കെ, അശ്ശാഇറുല്ലദി തതഹദ്ദസു അൻ ഉംരിഹി ഫി ശഅരിഹി വദാലി അൻ യഅ്തു 90 ഹിജ്ജതൻ 24 വ 8. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കവിതയാണ്. സുഹൈർ ബിൻ അബി സലമയാണ്. മൻ വസ്സഫൽ ഹുത്തഅ ബിത്താരി, തരംതിരിക്കുന്ന രൂപത്തിൽ ആരാണ് ഹുത്തഅയെ വർണ്ണിക്കുന്നത്? എങ്ങനെയാണ്? കാന സയ്യിഉൽ ഖൽഖ്, എന്താണ് അദ്ദേഹം ദുസ്വഭാവിയാണ്. ദനിഉൻ നഫ്സി, നീചനാണ്.
വാസിദുദ്ദൈൻ അതേപോലെ ദുർമാർഗിയാണ്, അതായത് മതപരമായ വിശ്വാസത്തിൽ എന്താണ് വീഴ്ച വരുത്തിയവനാണ്. സുഊലൻ മുൽഹഫൻ ജുഷ്അൻ അദ്ദേഹം എങ്ങനെയാണ് എപ്പോഴും ആളുകളോട് ചോദിച്ച് വാദിക്കുന്നവനും തന്നെ ചോദിക്കുന്ന സമയത്ത് തന്നെ കടുംപിടുത്തം ബാധിക്കുന്നവനും, അതുപോലെ തന്നെ എന്താണ് ജുഷാഅൻ അദ്ദേഹം എന്താണ് വല്ലാതെ എന്താണ് അത്യാഗ്രഹിയാണ്. കസീറു ഷർറ് അദ്ദേഹത്തിന് ധാരാളം എന്താണ് തിന്മകൾ ഉണ്ടായിരുന്നു. ഖലീലുൽ ഖൈർ അദ്ദേഹത്തിന് വളരെ കുറച്ച് മാത്രം എന്തുണ്ടായിരുന്നുള്ളൂ നന്മകൾ ഉണ്ടായിരുന്നുള്ളൂ. ബഖീലൻ മുപ്പത് എന്തായിരുന്നു വല്ലാണ്ട് പിശുക്കനായിരുന്നു. ഇത്രയൊക്കെ നന്നായിട്ട് മദ്ഹ് ചെയ്ത് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് ഇത് അസ്മഇ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി മാ ഫിൽ ഖായിമത്തി അലിഫിൻ മഅ യുനാസിബുഹു ഫിൽ ഖായിമത്തി ബ മാസാല ഹാദൽ ഖുർശി യഹ്ദി ഹത്താ ഖാല ശിഅർ അദർക്തുഹു വലഹു നാബ വാഹിദൻ വലഹു അദറകതുഹു വലഹു നാബാനി ലിയാഖിലാനി അഖറനഹുൽ ഖുർആന വഹുവ ഖൈറൻ ലഹു ഇന്നമാ അൻത ഹജ്ജാജ്. ഇതൊക്കെ ഓരോ സമയത്തും പറഞ്ഞതാണ്. നിങ്ങൾക്ക് സന്ദർഭങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കാം. ഈ അഖറനഹുൽ ഖുർആന വഹുവ ഖൈറൻ ലഹു എന്ന സംഭവം എന്താണെന്നറിയോ? ഓക്കെ, നമുക്കത് പറയാം. അത് ഫറസ്തക്കുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു കൺസെപ്റ്റ് ആണ്. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഖുർആന ഫഹുവ ഖൈറുൻ ലഹു അത് ഉമർ റളിയല്ലാഹു അൻഹു സത്യത്തില് പറഞ്ഞൊരു കോട്ടാണ്. ഇത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് കൺസിഡർ ആക്കണം. അതായത് എന്ന് പറഞ്ഞോളൂ. അലി റളിയല്ലാഹു അൻഹു അല്ലേ പറയുന്നത് കവിത പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഫറസ്ദക്കിന്റെ പിതാവ് കൊണ്ടുപോകുമ്പോ? അതെ 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 തന്നെ. ഫറസ്ദക്കിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് യമൻ യുദ്ധത്തിന് ശേഷം അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയിട്ട് പറയാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്റെ മോൻ നന്നായിട്ട് എന്ത് ചെയ്യാണ് കവിത പാടും എന്ന് പറയാണ്. അപ്പം പറയാണ് നീ ഒരു കാര്യം ചെയ്യുക, കവിത ഒഴിവാക്കിയിട്ട് അതിനെ ഖുർആൻ പഠിപ്പിക്കുക. അതാണ് എന്താണ് അത് അവൻ നന്മ എന്ന് പറയുന്നുണ്ട്. ആ സംഭവം ആരുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഫറസ്ദക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മാസാല ഹാദൽ ഖുർശി യഹ്ദി ഹത്താ ഖാല ശിഅർ എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉമർ ബിൻ അബി റബീഉമായി ബന്ധപ്പെട്ട. അപ്പൊ ഒന്ന് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് അലിഫ് എന്ന് പറയുന്നത് 4. ഇനി അദറകതുഹു വലഹു നാബുൻ വാഹിദൻ വലഹു അദറകതുഹു വലഹു നാബാനി ലിയാഖിലൈനി എന്ന് പറഞ്ഞത് ആരാണ്? അഖ്തലി ജരീറിനെ പറ്റി പറയാണ്. അദറകതുഹു വലഹു നാബുൻ വാഹിദൻ ഞാൻ അവനടുത്ത് എത്തിയ സമയത്ത് മുപ്പർക്കൊരു തെറ്റപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താ ഇയാൾക്ക് 2 പേർ ഇന്ന് കളയാൻ പറ്റുന്ന 2 തെറ്റപ്പല്ലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് സംഭവങ്ങൾ എന്നത്. റത്തിബ് ശുഅറാഉൽ അബ്ബാസിയ്യീൻ അൽ മദ്കൂരീൻ അദ്നാഹു അല്ലദീന ആശു അക്സറ ബിഇഅ്തിബാരി തൂലി വഖസ്രി അഅ്മാരിഹ. അതായത് ഇത് വയസ്സിന്റെ വെറുതെ അല്ല, ഈ വയസ്സിന്റെ ഇത് വെച്ചിട്ട് തരംതിരിക്കാനാണ് കേട്ടോ. അതായത് എത്ര വർഷക്കാലം ജീവിച്ചു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് തരംതിരിക്കണം. ഞാൻ മുമ്പ് നോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻ കണ്ട ഒരു സംഭവം ഓർമ്മ. അതിന് മുമ്പ് ഞാൻ നോട്ട് ചെയ്യുന്ന സമയത്ത് ഒരാള് ഇത്ര വർഷക്കാലം ജീവിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ നെറ്റ് എക്സാം എഴുതിയില്ല, പക്ഷെ അതിന് എക്സാമിന് ചോദിക്കുകയും ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബഷാർ ഇബ്നു ബുർദ എത്ര കാലം ജീവിച്ചു? അദ്ദേഹം ഹിജറ 95 ജനിക്കുകയും 167 മരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഏകദേശം
73 വയസ്സാണ് ബഷാർ ഇബ്നു ബുർദിന്റെ ജീവിതം എന്ന് പറയുന്നത്. ബഷാർ ഇബ്നു ബുർദ് 73. ഹലോ, കേൾക്കാവോ? ഓക്കെ. ഇനി അബുൽ അല അൽ മാരി എങ്ങനെയാണ്? അബുൽ അല അൽ മാരി അബുൽ അല അൽ മാരി 363 ജനിക്കുകയും 449 മരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എത്ര വയസ്സ് ജീവിച്ചു? എത്ര വയസ്സ് ജീവിച്ചു? 86 വയസ്സ് ജീവിച്ചു. അബൂ നവാസോ ഹിജറ 145 ജനിച്ച് 198 അബൂ നവാസ് മരിക്കുന്നത്. എത്ര വയസ്സ് ജീവിച്ചു? 54 വയസ്സാണ് ജീവിക്കുന്നത്. ഇബ്നു റൂമി ആകട്ടെ 221 ജനിച്ച് 284 ഹിജറയിലാണ് വഫാത്താകുന്നത്. ഏകദേശം 63 വയസ്സാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോ നമുക്ക് പറയാനാവുക എങ്ങനെയാണ്? അബുൽ അല അൽ മഅരി, അതുപോലെ തന്നെ ബഷാർ ഇബ്നു ബുർദ്, ഇബ്നു റൂമി, അബൂ നവാസ്. എങ്ങനെ? അബുൽ അല അൽ മഅരി 86 വയസ്സ് ജീവിച്ചു. അതിനുശേഷം ആരാണ്? പിന്നെ ബഷാർ ഇബ്നു ബുർദാണ് 72-73 വയസ്സോളം ജീവിച്ചു. പിന്നെ അബൂ നവാസ് ഇബ്നു റൂമിയാണ് 63 വയസ്സോളം ജീവിച്ചു. പിന്നെ അബൂ നവാസ് 54 വയസ്സോളം ജീവിച്ചു എന്നുള്ളതാണ്. കിട്ടിയോ? സെറ്റായോ? ഓക്കെ. സിൽ മാഫിയൽ ഖായിമത്തി അലിഫിൻ മഅമാ യുനാസിബു ഫിൽ ഖായിമത്തി ബ. ബഷാർ, അബൂ നവാസ്, അബൂ തമാം, ബുഹ്തരി. നേരത്തെ തന്ന സാധനമാണ് അല്ലെ? നേരത്തെ വന്ന ക്വസ്റ്റ്യൻ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ അല്ലേ? കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. നോക്കാം. ഈ തന്നെയാണ്. ബഷാർ ബസ്രയിലാണ്, അബൂ നവാസ് അഹ്വാസിലാണ്, അബൂ തമ്മാം ജാസിമിലാണ്, ബുഹ്തരി മുഹമ്മദിലാണ്. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ പറഞ്ഞു പോകാം. ഇത് മുത്തനബിയുടെ വരികളാണ്. വഫിൻ നഫ്സി ഹാജാത്തുൻ വഫീകി ഫിസാനത്തൻ സുകൂതി ബയാനുൻ വഇൻദഹാ ഖിതാബ്. ഇനി ഇദാ സഹ മിൻകൽ ബുദ്ദി ഫൽകുല്ല ഹീനിൻ വകുല്ലല്ലദീ ഫൗക തുറാബു തുറാബു എന്നുള്ളത് അബൂ ഫിറാസുൽ ഹമദാനിയുടെ വരികളാണ്. വല്ലല്ലത്തു ഉയൂനിൻ നൂരി തഫല്ലല ബിന്നദാ കമാ അറഖതു ഐന ശജഈ ലിതദമ്മഅ എന്ന് പറയുന്നത് ഇബ്നു റൂമിയുടെ വരികളാണ്. ഫലിൽ ഖംരി മാ ദററത് അലൈഹി ജയൂബിഹി വലിൽ മാഇ മാ ദററത് അലൈഹിൽ കലാനിസി എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? അബൂ നവാസിന്റെ ഹംറിയാത്തിൽപ്പെട്ട വരികളാണ്. ഓക്കെ, ഇത് ഓരോ വരികളും പറയേണ്ടതുണ്ട്. ഇപ്പോ എന്റെ മനസ്സിൽ എന്തുണ്ട്? ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിങ്ങളാണെങ്കിൽ തികഞ്ഞ ബുദ്ധിശാലിയുമാണ്. സുക്കൂത്തി ബയാനുൻ, അങ്ങനെയുള്ളപ്പോൾ ആവശ്യങ്ങൾ തുറന്നു പറയാതില്ല എന്റെ ഈ മൗനം എന്താണ്? ഏറ്റവും വ്യക്തമായിട്ടുള്ള ഖിതാബുൻ, വിവരണവും പ്രകടനവും എന്ന് പറയുന്നത്. ഇത് ആരുടെ വരികളാണ്? മുത്തനബീന്റെ വരികളാണ്. സൈഫുദ്ദൗലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പാടിയ വരികളാണ്. ഇനി ഇദാ സഹ മിൻകൽ ബുദ്ദി ഫൽകുല്ല ഹീൻ, നിന്റെ അടുക്കലുള്ള സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ബാക്കിയുള്ള എനിക്ക് എന്താണ്? നിസ്സാരമായ കാര്യമാണ്. കാരണം മണ്ണിലുള്ളതെല്ലാം എന്നും വെറും മണ്ണ് മാത്രമാണ്, അഥവാ വെറും മണ്ണടിഞ്ഞു പോകേണ്ടത് മാത്രമാണ്. നിന്റെ സ്നേഹമാണ് ഉള്ളതെങ്കിൽ അതിനപ്പുറം എനിക്ക് ലോകത്ത് കിട്ടാൻ വേറൊന്നുമില്ല, ബാക്കിയെല്ലാം മണ്ണോടടിഞ്ഞു പോകേണ്ട കാര്യങ്ങളാണെന്ന് പറയാണ്. ഇനി പ്രകാശത്തിന്റെ കണ്ണുകൾ എന്താണ്? തഫല്ലല ഭിന്നത, മഞ്ഞുതുള്ളികൾ പൊടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദുഃഖിതനായ ഒരാളുടെ കണ്ണുകൾ കണ്ണീരണിഞ്ഞ് ഒഴുകാൻ തുടങ്ങുന്നത് പോലെ എന്ന് പറയാം. ഇനി പറയാണ്, ഇനി അബൂ നവാസിന്റെ വരികൾ ഇപ്രകാരമാണ്. ഫലിൽ ഖംരി മാ ദററത് അലൈഹാ ജയൂബിഹാ വലിൽ മാഇ മാ ദാറത് അലൈഹി അൽ കലാനിസി. ഫലിൽ ഖംരി മാ ദററത് അലാ ജയൂബിഹാ,
എന്താണ്, അതായത് ആ ഭരണാധികാരിയുടെ എന്താണ് വസ്ത്രത്തിന്റെ മുകൾ ഭാഗം എന്താണ് എവിടെയൊക്കെയോ വീഞ്ഞൊഴുകുകയാണ്. കലാനിസി, അവരുടെ തലപ്പാവുകളെല്ലാം എന്താണ്, അവരുടെ തലപ്പാവിന്റെ ഭാഗത്തെല്ലാം ശുദ്ധജലങ്ങൾ എന്തെയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവസാനമായിട്ടുള്ള എക്സാമിന്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വസാറത്തി കഅന്നഹാ ബിഹാ ഹയ്യാഉൻ ഫലൈസ തസൂറു ഇല്ലാ ഫിൽ ളലാമി. വസാറത്തി കഅന്നഹാ ബിഹാ ഹയ്യാഉ, എന്നെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ചെറച്ച് ഹയ്യാ, നാണമുള്ള എന്ന് തോന്നുന്നുണ്ട്. ഫലൈസ തസൂറു ഇല്ലാ ഫിൽ ളലാമി, കാരണം എന്താണ്, അവൾ എന്നെ സന്ദർശിക്കാറുള്ളത് ഇരുട്ടിൽ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ മുത്തനബി പറഞ്ഞ വരികളാണ് ഇത്. അഹ്ലാം, സ്വപ്നങ്ങളെ പറ്റിയിട്ടാണോ, ഹബീബത്തിനെ പറ്റിയിട്ടാണോ, ബുറുദിനെ പറ്റിയിട്ടാണോ, ഹുമ്മയെ പറ്റിയിട്ടാണോ, പനിയെ പറ്റിയിട്ടാണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇത് അദ്ദേഹത്തിന് പനി വന്ന സമയത്ത് അദ്ദേഹം പാടിയതാണ്. അദ്ദേഹത്തിന് പനി വന്ന സമയത്ത് അദ്ദേഹം പാടാനാണ് വസാറനി കഅന്ന, എന്താണ് വസാറത്തി, അതെന്നെ വസാഇറത്തി, അതെന്നെ ഇങ്ങനെ സന്ദർശിക്കാറുണ്ട്. കഅന്ന ബിഹാ ഹയ്യാ, എന്താണ് എന്നെ സന്ദർശിക്കാൻ വരുന്ന ആതിഥിക്ക് എന്താണ് ഒരല്പം നാണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലൈസ തസൂറു ഇല്ലാ ഫി ളലാം, രാത്രി കാലങ്ങളിലല്ലാണ്ട് അത് എന്നെ സന്ദർശിക്കാൻ വരുള്ളൂ. ഈ രാത്രി കാലങ്ങളിൽ ഒളിച്ച് വരാറുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ രാത്രി കാലങ്ങളിൽ പനി പിടിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. രാത്രിയാകുമ്പോൾ ആൾക്ക് ഭയങ്കര പനിയായിരിക്കും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ. കാരണം എന്താണ്, കാരണം രാത്രി പനി പിടിച്ചിട്ട് പോവുക, രാവിലെ പനി ഉണ്ടാവൂല എന്നുള്ളതാണ് പറയുന്നത്. അൽ ഹൗലിയാത്തു ഫി ഷിറുൽ ജാഹിലിയത്തി, എന്താണ് ഹൗലിയാത്ത് കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ന ഷായിറു കാന യഖീലു അൽ ഖസീദ വയഹദ്ദിബുഹാ തുവലി സന. അന്ന ഷായിറു കാന യുൻഷിറു ഖസീദത്തുഹു ഫിൽ ആലമി കുല്ലുഹു. അന്ന ഷായിറു കാന യഖീലു ഖസീദത്തുഹു നിഹായത്തു സന. അന്ന ഷായിർ കാന യഖീലു ഖസീദത്തുഹു വയുഅല്ലിഖുഹാ അലാ ജദ്റാനിൽ കബ്ര, ജദ്റാനിൽ കഅബ. എന്താണ് ഹൗലിയാത്ത് കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യെസ്, എന്താണ് അന്ന ഷായിറക്കാന യഖീലു അൽ ഖസീദ, അദ്ദേഹം കവിത രചിക്കുകയും വയഹദ്ദിബുഹാ തിവാലി സന എന്നുള്ളത്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ അദ്ദേഹം കവിത പരിഷ്കരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇദാ റഅയ്തുഹു ഖുറൈശിൻ ഖാല ഖായിലുഹാ ഇലാ മകാരിമി ഹാദാ യന്തഹി അൽ കറം. ഇദാ റഅയ്തുഹു അൽ ഖുറൈശ്, ഖുറൈശി ഗോത്രക്കാർ അയാളെ കാണുമ്പോഴൊക്കെ ഖാല ഖായിലുഹാ, അവരിലെ എന്താണ് ഒരുപോലെ എല്ലാവരും വിളിച്ചു പറയും, ഇലാ മകാരിമി ഹാദാ യന്തഹി അൽ കറം, അതേ എന്താണ് ഔദാര്യത്വം അതേപോലെ തന്നെ ഉദാര മനസ്കതയുമാണ് ഇദ്ദേഹത്തിന്റെ എന്താണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. ഉദാരവാനുമാണ്, അതേപോലെ എന്താണ് ഔദാര്യവാനുമാണ് എന്ന് പറയാം. ഇത് ആരെ പറ്റി പറഞ്ഞതാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. നമുക്ക് നോക്കാം. സൈനുൽ ആബ്ദീൻ അലി ഇബ്നു ഹുസൈനെ കുറിച്ച് പാടിയ വരികളാണ്. റത്തിബുൽ അഷ്തറുൽ താലിയ ലിൽ അബിയാത്തു ശുഇരിയ തർതീബൻ സ്വഹീഹൻ കമാ വറദ ഫിൽ ഖസീദ. ഇപ്പോൾ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിയുമ്പോഴല്ലേ
ഇത് നമ്മൾ മുമ്പ് ചോദിച്ച ലെവൽ സാധനമാണ്. ഇവിടെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ എന്ന് തുടങ്ങുന്ന വരികളാണ്. അതിൻ്റെ അകത്ത് ഒരു വരി മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അല അയ്യുഹൽ ലൈലു ത്വബീലി അലഞ്ജലി അവസാനം വന്നത്. ഇത് വരി പാടിയതാണ്. ഈ വരി പാടിയതാരാണ്? ഏതാണ്? മുത്തനബിന്റെ വരികളാണ്. സിൽ മാ ഫിൽ അമൂദി അലിഫ് മഅ മാ യുനാസിബഹു ഫിൽ അമൂദി ബ. അബൂ നവാസ് മഅദി അബൂ തമ്മം ഇബ്നു റൂമി. വസ്ഫുൽ മആഖ് എന്ന് വെച്ചാൽ ഭക്ഷണ സ്ഥാനങ്ങളെ കുറിച്ച് വസ്ഫ് ചെയ്യുക. ഖംറിയാത്ത് കള്ളിന്റെ, റിസാലത്തുൽ ഗുഫ്റാൻ, ദീവാനുൽ ഹമാസ. നമുക്കറിയാം അബൂ നവാസിന്റെ ഖംറിയാത്താണ്. മഅദി റിസാലത്തുൽ ഗുഫ്റാൻ, അബുൽ അലാൽ മഅദി ഡാൻറ്റിയുടെ കവിതകളാണ്. അബുത്തമ്മാം എന്താണ്? അദ്ദേഹമാണ് ഹമാസ രചിക്കുന്നത്. വസ്ഫുൽ മആഖിൽ അതൊക്കാരുടേതാണ്? ഇബ്നു റൂമിയുടേതാണ്. മറ്റൊരു ചോദ്യം നോക്കുക. അയ്യനുൽ ജവാബ് സ്വഹീഹി ലിതസ്രീഹൈനി അത്താലിയൈനി. താഴെ തന്നിരിക്കുന്നത് ശരിയായ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കുക. അല്ല, അതിൽ ശരിയായ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായി തിരഞ്ഞെടുക്കുക. യംതാസുൽ ബുഖ്തരി ബിൽ ഇബ്ദാഇ ഫി വസ്ഫുൽ ഖുസൂരിൽ ഫഖ്മ വൽ അബ്നിയ അൽ അജീബ. അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? വലിയ വലിയ കൊട്ടാരങ്ങളെയും അതേപോലെ തന്നെ വലിയ വലിയ ഗോപുരങ്ങളെയും അദ്ദേഹം അതിൽ ചെയ്യാറുണ്ടായിരുന്നതാണ്, വസ്ഫ് ചെയ്യാറുണ്ട്. ഇനി അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? കിതാബുൽ ഹമാസ, കിതാബ് മആനി ഷിഅർ എന്ന് തുടങ്ങിയ രണ്ട് വലിയ കവിതാ സമാഹാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ്. ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ്. എങ്ങനെയാണ് ശരിയായി വരുന്നത് ആൻസർ? ആൻസർ ചെയ്യണേ, വേഗം ആൻസർ ചെയ്യണേ. ഇതിൽ രണ്ടും ശരിയായ കാര്യങ്ങളാണ് കേട്ടോ. മുഖ്തരിക്ക് വസ്ഫുൽ ഖുസൂർ, അദ്ദേഹത്തിന് എന്തുണ്ട്? അദ്ദേഹം കൊട്ടാരങ്ങളെ മദ്ഹ് ചെയ്ത് പാടിയ ഒരു കവിയാണ് ആര്? ബുഹ്തുരി എന്ന് പറയുന്നത്. അദ്ദേഹമാണ്, ഒരു മിനിറ്റ്, അദ്ദേഹം പ്രത്യേകിച്ചും ഈ മുത്തവക്കിലിയ എന്ന പേരിൽ മുത്തവക്കിലിന്റെ കൊട്ടാരത്തെ അദ്ദേഹം മദ്ഹ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖുലഫാക്കളെയും ഉമറാക്കളെയും മുസറാക്കളെയും ഹുവാദുകളെയും അതുപോലെ തന്നെ അയ്യാനുദ്ദൗലയും, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും റിസായില്, ഹിജായില്, ഇത്താബില്, വസ്ഫില്, അഴ്തിദാറില്, അതേപോലെ തന്നെ വസ്ഫുൽ ഖുസൂർ കൊട്ടാരങ്ങളില്, അതുപോലെ തന്നെ വസ്ഫുൽ കവാക്കിബി, വന്നുജൂമ്, ഇൽമുൽ ഫലക്ക്, വസ്ഫുൽ ദഹബ്, അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന് ഒരുപാട് എന്തുണ്ട്? ഇദ്ദേഹം മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പ്രധാനമായി മദ്ഹ് ചെയ്ത കൊട്ടാരങ്ങളാണ് ഒന്ന് ഈവാൻ കിസ്റ, അതുപോലെ തന്നെ മുത്തവക്കിലിന്റെ ബറക്കത്ത്, അതുപോലെ തന്നെ മുഅ്തസിബില്ല, ഇമ്രാൻ തുടങ്ങിയവയൊക്കെ ഇദ്ദേഹം എന്തിരുന്നു? മദ്ഹ് ചെയ്തിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 1 നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മനസ്സിലായ എന്താ അവസ്ഥ?
കുറച്ചധികം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. സമയമില്ലാത്തത് കൊണ്ടാണ് കുറച്ചധികം നീണ്ടുപോയി അവസാനിപ്പിക്കേണ്ടി വന്നത്. സംഭവം തിരിഞ്ഞോ ഒന്നാമത്തെ യൂണിറ്റ്? ഓക്കെ അല്ലേ? ശുക്രൻ ജസീലൻ. വായിക്കുമ്പോ ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.